അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധനതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സുവിശേഷ വേലയുള്ള ബന്ധത്തിൽ ഉത്തരഭാരതത്തിലും ലോകത്തിന്റെ വിവിധയിടങ്ങളിലും ആരാലും അറിയപ്പെടാതെ കിടക്കുന്ന അനേക കർത്തൃഭൃത്യന്മാര് ദൈവമക്കളുണ്ട്. അവരുടെ സാക്ഷ്യം, അവരുടെ ജീവിതാനുഭവം, ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് ജനമധ്യത്തില് അവരെ ഒന്ന് പരിചയപ്പെടുത്തുക, ദൈവനാമം അതിലൂടെ മഹിമപ്പെടുക എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ദീർഘവർഷങ്ങളായി കർത്തൃ ശുശ്രൂഷയിൽ ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിൽ IET ചേർന്ന് കർത്താവിന് വേണ്ടി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ MV വർഗീസ് അവറുകളാണ്. തന്റെ ജീവിതാനുഭവങ്ങൾ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവീയ നടത്തിപ്പുകളെ കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഒരു വേറിട്ട അനുഭവമായിരിക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾക്ക് അതൊരു പ്രോത്സാഹനമാണ്. തീർച്ചയായിട്ടും ഈ കൂട്ടായ്മ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തുടർന്ന് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ MV വർഗീസ് അങ്കിളിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ TV പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. പ്രൈസ് ദി ലോർഡ്. എന്നെ അരോമ TVയിലേക്ക് ക്ഷണിച്ച പാസ്റ്റർ ഡാനിയൽ ജോണിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എൻ്റെ നന്ദിയെ ഞാൻ രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് MV വർഗീസ്. ഞാനിപ്പോൾ നാഗപൂരിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അരോമ TVയിൽ എനിക്കിങ്ങനെ ഒരു ചാൻസ് തന്നതിനാലും എന്നെ അരോമ TVയിൽ പരിചയപ്പെടുത്തിയ കർത്താവിൻ്റെ ദാസൻ ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിൻ്റെ സ്ഥാപകനായ PG വർഗീസിനും കുടുംബത്തിനും എൻ്റെ ഹൃദയംഗമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പേര് MV വർഗീസ്. ഞാൻ ഇപ്പോൾ നാഗപൂരിൽ കുടുംബമായി താമസിച്ച് നാഗപൂരിൽ നിന്ന് കർത്താവിനെ വേല ചെയ്യുന്നു. എൻ്റെ മകൻ ജെയ്സ് വർഗീസും അവൻ്റെ ഭാര്യ ഷീജയും അവരുടെ മോള് ഗ്ലോറിയയും ഞങ്ങളോടൊപ്പം ഉണ്ട്. ഗ്ലോറിയ ബാംഗ്ലൂരിലായിരിക്കുന്നു. ഞങ്ങൾ 5 പേരടങ്ങിയതാണ് ഞങ്ങളുടെ കുടുംബം. ഞാൻ അരോമ TVയുടെ വരുന്ന മിക്ക പ്രോഗ്രാമും ചില ദൈവദാസന്മാരുടെ പ്രോഗ്രാമുകൾ, സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കാറുമുണ്ട്, ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ അരോമ TVയിൽ ആരുപോലും അറിയാതെ അങ്ങും ഇങ്ങും കർത്താവിന് വേല ചെയ്യുന്നതായ അനേക ദൈവദാസന്മാരെയും ദാസിമാരുടെയും അനുഭവ സാക്ഷ്യങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ അവർ പ്രവർത്തിക്കുന്നതായ കഠിനാധ്വാനം പലപ്പോഴും എന്നെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. ദൈവം അവരുടെ കഠിനാധ്വാനത്തെയും അതിന് നേതൃത്വം കൊടുക്കുന്നതായ പാസ്റ്റർ ഡാനിയൽ ജോണിനെയും കുടുംബത്തെയും അവരുടെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരെയും ദൈവം അധികമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ അവർക്ക് ഹൃദയംഗമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജന്മസ്ഥലം കോട്ടയം വാകത്താനമാണ്. എൻ്റെ മാതാപിതാക്കന്മാർ ചെറുപ്പം മുതലേ അവർ ഒരു പെന്തക്കോസ് IPCയിലായിരുന്നു. മർത്തോമ എന്ന് പിരിഞ്ഞ് സ്നാനപ്പെട്ട് IPCയിൽ കൂട്ടായ്മ ആചരിച്ചു. എനിക്ക് എൻ്റെ മാതാപിതാക്കന്മാർക്ക് ഞങ്ങൾ 8 മക്കളാണ്. 5 ആണുങ്ങളും 3 പെൺമക്കളും. അതിൽ 7ാമനായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. എൻ്റെ ജനന സമയത്ത് ഞങ്ങളുടെ വില്ലേജ് എന്ന് പറയുന്നത് വെറും ഒരു ഉൾഗ്രാമമായിരുന്നു. ഒന്നും തന്നെ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു ആശുപത്രിയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ഒരു അറേഞ്ച്മെൻറ്റ്സ്, ഒരു ഫെസിലിറ്റീസ് ഞങ്ങളുടെ ഗ്രാമത്തിലില്ലായിരുന്നു. ആ സമയത്താണ് എൻ്റെ ജനനം നടക്കുന്നത്. ജനനം ആക്ച്വലി ഡേറ്റ് എൻ്റെ ഡോക്യുമെൻറ്റിലുള്ള ഡേറ്റ് എനിക്ക് അറിയത്തുള്ളൂ. പക്ഷേ എൻ്റെ ജനനതീയതി ആരും നോട്ട് ചെയ്തിരുന്നില്ല. കാരണം ജനനത്തിൽ
ഞാൻ ജീവിക്കുമെന്ന് ഞാൻ രക്ഷപ്പെടുമെന്ന് ആരും വിചാരിച്ചില്ല. അമ്മച്ചിക്ക് 7 മാസം ഗർഭമുള്ളപ്പോഴാണ് എൻ്റെ ജനനം ഞാൻ ജനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അന്ന് നേഴ്സോ ഡോക്ടർമാരോ ഒന്നും ഞങ്ങളുടെ നാട്ടിലില്ല. ആ സമയത്ത് വയറ്റാട്ടികൾ ആണ് ഉള്ളത്. അവർ വന്ന് നോക്കിയിട്ട് പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്, കുഞ്ഞ് രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട, കുഞ്ഞിനെ ജീവനോടെ കിട്ടുകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ പിതാവ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിൽ വിശ്വസിക്കുന്ന നല്ല ദൈവഭക്തനായിരുന്നുകൊണ്ട് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിൽ നേഴ്സ് വൈറ്റാട്ടി പറഞ്ഞത്, ഏതായാലും ഞാൻ ഒരിക്കൽ കൂടി ശ്രമിക്കട്ടെ, അഥവാ നോർമൽ ഡെലിവറി നടന്നില്ലെങ്കിൽ എനിക്ക് ബൈ ഫോഴ്സ് ഡെലിവറി നടത്തേണ്ടതായി വരും. അങ്ങനെ അവർ ശ്രമിച്ചു. ഡെലിവറി നടന്നില്ല. അവസാനം എന്നെ കൈയിട്ട് വലിച്ച് എടുക്കുകയായിരുന്നു. വലിച്ച് വെളിയിൽ കൊണ്ടുവന്ന് പിതാവിനെ കാണിച്ചു. മരിക്കുമെന്നാണ്, കൂടി വന്നാൽ ഒരാഴ്ച അല്ലെങ്കിൽ 15 ദിവസം അല്ലെങ്കിൽ 10 ദിവസം ഇതിനു മുമ്പാട് കുഞ്ഞ് മരിക്കും. പക്ഷെ മരിക്കുന്നവരെ ഇവനെ കമ്പിളിക്കകത്തോ പഞ്ഞിക്കകത്തോ വേണം സൂക്ഷിക്കാൻ, വെളിയിൽ ഇറക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ എന്ന് പറഞ്ഞല്ലോ. അപ്പം അന്ന് മുതൽ എന്നെ കമ്പിളിക്കകത്ത് സൂക്ഷിച്ചു. അവർ പറഞ്ഞ ഡേറ്റും അവർ പറഞ്ഞ സമയങ്ങളൊക്കെ മാറി. പക്ഷെ ദൈവത്തെ അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. മാതാവും പിതാവും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവെ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന മോൻ അവൻ രക്ഷിക്കപ്പെടുകയാണെങ്കിൽ, അവൻ രക്ഷപ്പെട്ടെങ്കിൽ, അവനെ ജീവനോടെ ഞാൻ കിട്ടിയാൽ നിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിച്ചോളാം എന്ന് പറഞ്ഞ് എന്നെ അന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഇതൊക്കെ അവരുടെ മാതാപിതാക്കന്മാരിൽ നിന്നുള്ള അറിവാണ് എനിക്കുള്ളത്. അങ്ങനെ എൻ്റെ ചെറുപ്പകാലം മാതാപിതാക്കന്മാരുടെ അധീനത്തിൽ സൺഡേ സ്കൂളിലൊക്കെ പഠിച്ച് വളരെ നല്ല ഒരു കുട്ടിയായിട്ട് ഞാൻ വളർന്നു വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ സമയത്ത് എൻ്റെ ജ്യേഷ്ഠന്മാർ, സഹോദരന്മാർ, മൂത്ത സഹോദരൻ പട്ടാളത്തിൽ ചേർന്നു, രണ്ടാമത്തെ സഹോദരൻ ആലപ്പുഴ ജോലിയായിട്ട് പോയി, മൂന്നാമത്തെ സഹോദരൻ തിരുവല്ലയിൽ ഒരു ഹോട്ടലുമായിട്ട് കഴിഞ്ഞു, നാലാമത്തെ സഹോദരനും അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാൻ തിരുവല്ലയിൽ പോയി. അവരെല്ലാം വേറെയായി. ഞാനും എൻ്റെ ഇളയ പെങ്ങളും മാത്രം വീട്ടിലുണ്ട്. ഞങ്ങൾ അപ്പം നല്ല പത്യോപദേശത്തിലും ദൈവവചന പ്രകാരം ഞങ്ങൾ വളർത്തിക്കൊണ്ടുവന്നു. ഞങ്ങൾ ഒരു ഇതുമില്ലാതെ, ഒരു മടിയും കൂടാതെ എല്ലാ ഞായറാഴ്ചയും സൺഡേ സ്കൂളിലൊക്കെ പോവും. അങ്ങനെ നല്ല ഇതായിട്ട് വളർന്നു വരുന്ന സന്ദർഭത്തിൽ എൻ്റെ സ്കൂളിൽ പോകേണ്ട സമയം വന്നു. എൻ്റെ 6ാമത്തെ വയസ്സിൽ ഞങ്ങളെ പ്രൈമറി സ്കൂളിൽ കൊണ്ടാക്കി. എന്നാൽ അതിന് മുന്നമേ എൻ്റെ സഹോദരന്മാരെ പഠിപ്പിക്കാനുള്ളതായ കഴിവ്, അവരെ വേണ്ടത് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള കഴിവ് എൻ്റെ മാതാവിനെ പിതാവിനെ ഇല്ലായിരുന്നു. അവർ വളരെ പാവപ്പെട്ടവരും വളരെ ദരിദ്രരുമായിരുന്നു വേണമെങ്കിൽ പറയാം. എൻ്റെ മാതാവും പിതാവും എനിക്ക് ഓർമ്മയായപ്പോൾ, നല്ലവണ്ണം എനിക്കറിയാൻ എനിക്ക് ഓർമ്മയുള്ളപ്പോൾ, എൻ്റെ മാതാവ് പലപ്പോഴും ഞങ്ങളുടെ അയൽപക്കത്തും ഞങ്ങളുടെ ദേശത്തുള്ളതായ പാടങ്ങളിൽ ജോലി ചെയ്യുവാൻ പോകുമായിരുന്നു. അവിടുന്ന് കിട്ടുന്ന തുച്ഛമായ ആദായം കൊണ്ടാണ്, തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഞങ്ങളുടെ വീട് കഴിഞ്ഞു പോകുന്നത്. ആ സ്ഥിതിക്ക് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി, പല വിധത്തിൽ ബുദ്ധിമുട്ടുണ്ടായി. എന്നെ സ്കൂളിൽ ചേർക്കുന്നു, 6ാം വയസ്സിൽ എന്നെ സ്കൂളിൽ ചേർക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ ചേർക്കാൻ നേരത്ത് സാറ് ചോദിച്ചു, ഇവൻ്റെ ഇവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയാൻ പറഞ്ഞു, ജന്മതീയതി പറയാൻ പറഞ്ഞു. അപ്പം അത് പറഞ്ഞു, ഒരു അറിവുമില്ല, ഒരു പിടിയില്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടില്ല. കാരണം എനിക്ക് ചിലപ്പോൾ മരിച്ചു പോകുന്ന ആ വിചാരത്തിൽ ആ ഇതില് ഞങ്ങൾ അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും നോട്ട് ചെയ്തിട്ടില്ല. അപ്പം ചോദിച്ചു, വയസ്സ് എത്രയോട് ചോദിച്ചപ്പോൾ 6 വയസ്സാകാൻ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ഡേറ്റ് അവിടെ എഴുതി സ്കൂളിൽ. അതാണ് ഇന്നും ഞാൻ പറയുന്നത് 1941 ജൂലൈ 6-ാം തീയതിയാണെന്ന് ഞാൻ പറയുന്നത്. അതാണ് ആക്ച്വലി. എനിക്കറിയത്തില്ല, പിന്നെയും പറയാൻ എനിക്കറിയത്തില്ല ഇതിനെക്കുറിച്ചുള്ളതായ കറക്റ്റ് ഡേറ്റ് മാറിയത്. പക്ഷെ അന്ന് മുതൽ എൻ്റെ എല്ലാ ഡോക്യുമെന്റിലും എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതാണ്. അങ്ങനെ വളർന്നു വരവേ
സ്കൂളിൽ പഠിച്ചു. ഒന്ന് പ്രൈമറി സ്കൂൾ, അന്ന് പ്രൈമറി സ്കൂൾ, സെക്കൻഡറി സ്കൂൾ, മിഡിൽ സ്കൂൾ, ഹൈസ്കൂൾ, ഇങ്ങനെ 3 ഡിവിഷനാണുള്ളത്. ഇന്നത്തെ പോലെ സ്റ്റാൻഡേർഡ് അല്ല, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, സ്റ്റാൻഡേർഡ് രൂപത്തിലല്ല. പക്ഷെ ഞങ്ങളുടെ സമയത്തൊക്കെ പ്രൈമറി സ്കൂൾ, ആദ്യം പ്രൈമറി സ്കൂൾ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ, 5, 6, 7 മിഡിൽ സ്കൂൾ, 8, 9, 10 ഹൈസ്കൂൾ, ഇങ്ങനെയായിരുന്നു. എൻ്റെ പ്രൈമറി സ്കൂളിലെ പഠിത്തം കഴിഞ്ഞു. നല്ല മാർക്കോടുകൂടി, സ്പെഷ്യലി കണക്കിന് ഫുൾ മാർക്ക് മേടിച്ച് ഞാൻ പാസ്സായി. എന്നെ മിഡിൽ സ്കൂളിലേക്ക് അഡ്മിഷൻ കിട്ടി. മിഡിൽ സ്കൂൾ തൊട്ട് എൻ്റെ പഠനത്തിൽ സ്വല്പം വ്യത്യാസം വരാൻ തുടങ്ങി. എൻ്റെ സ്വഭാവത്തിനും പഠനത്തിനും വ്യത്യാസം വന്നു. ഞാൻ പഠനത്തെക്കാൾ കൂടുതൽ സ്പോർട്സിനെ, കളികളെ ശ്രദ്ധിച്ചു. സ്കൂളിൽ വിട്ടാൽ, സ്കൂളിൽ 4 മണിക്ക് വിട്ടു കഴിഞ്ഞാൽ ലേറ്റായിട്ട് 6 മണിയൊക്കെ ആകുമ്പോഴാണ് വീട്ടിൽ വരാറുള്ളത്. കാരണം കളികളിലേക്ക് തന്നെ ശ്രദ്ധയായി. വീട്ടിൽ വന്നാൽ ഹോംവർക്ക് ചെയ്യുന്നില്ല, ഒന്നുമില്ല. അങ്ങനെ പല ദിവസങ്ങളും, ആഴ്ചയിൽ 5 ദിവസം ഉണ്ടെങ്കിൽ 5 ദിവസവും സ്കൂളിൽ ചെല്ലുമ്പോൾ എനിക്ക് അടി കിട്ടും. ഞാൻ വീട്ടിൽ വന്നാൽ അപ്പം തന്നെ അടിക്കും, കാരണം ലേറ്റായി വരുന്നതുകൊണ്ട്. അങ്ങനെ ഇരിക്കെ 1959 IPC ചർച്ചിലെ ഒരു മീറ്റിംഗ്, സ്പെഷ്യൽ മീറ്റിംഗ് നടന്നു. അന്നപ്പോൾ എന്നോട് പറഞ്ഞു, എടാ സ്കൂളിൽ നേരത്തെ വരണം, ഇന്ന് വൈകിട്ട് മീറ്റിങ്ങിന് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരാം എന്ന് പറഞ്ഞ് പോയി. ഏതായാലും അന്ന് നേരത്തെ വീട്ടിൽ വന്നു. അപ്പച്ചൻ്റെ കൂടെ ഞാൻ ഒരുങ്ങി. ഞങ്ങൾ അപ്പച്ചനും അമ്മച്ചിയും ഞാനും ഞങ്ങൾ മീറ്റിങ്ങിന് പോയി. മീറ്റിംഗ് ചെന്നിരുന്ന് കുറെ കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം, എൻ്റെ പേര് ആരോ വിളിക്കുന്നു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഒരു സഹോദരിയാണ്. ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല, എന്നെ അവർ കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ ഓർത്തു, ഞാൻ അറിയാത്ത ഞങ്ങളുടെ ദേശത്ത് പോലും ഉള്ളതല്ല, മറ്റെവിടുന്ന് വന്നതാണ്. ആ സഹോദരിക്ക് എൻ്റെ പേരെങ്ങനെ മനസ്സിലായി, ഞാൻ ഉണ്ടെന്ന് മനസ്സിലായി, എങ്ങനെയാണെന്ന് ചിന്തിച്ചു. എൻ്റെ പേര് നാട്ടിലെല്ലാവരും ജോയി എന്നാണ് അറിയുന്നത്. റെക്കോർഡിൽ MV വർഗീസ്, പക്ഷെ വീട്ടിൽ വിളിക്കാൻ നാട്ടിലെല്ലാവരും ജോയി എന്നല്ലാതെ വർഗീസ് എന്നുള്ള ആർക്കും അറിയത്തില്ല. ജോയി, നിന്നോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് അവിടുന്ന് ആ സഹോദരൻ കൂടെ 1/2 മണിക്കൂർ സംസാരിച്ചു. എൻ്റെ ബാല്യകാല ജീവിതത്തിൽ ജന്മം മുതലുള്ളത് സകല കാര്യങ്ങളും ആ സഹോദരി വിളിച്ചു പറഞ്ഞു. ഞാൻ ഒത്തിരി ഭാരപ്പെട്ട് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഓർത്തു, ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് എന്നെ മനസ്സിലാകുന്നില്ല. ഉടനെ ആ സഹോദരി വീണ്ടും പറഞ്ഞു, നിന്റെ പാപം എത്ര ചുവപ്പായിരുന്നാലും ഞാൻ അതിന് ഇമം പോലെ വെളുപ്പിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. ഇത്രയും കാര്യം പറഞ്ഞു. ഞാൻ കുഞ്ഞിരുന്നുകൊണ്ട് മനസ്സിൽ ഇതൊക്കെയും പറഞ്ഞു, ഉറക്കെ പറഞ്ഞ മനസ്സിൽ. അങ്ങനെ അന്നേ ദിവസം മീറ്റിംഗ് അവസാനിക്കുന്ന മുന്നേ പാസ്റ്റർ പറഞ്ഞ, ആർക്കെങ്കിലും ഒരു പുതിയ അനുഭവം ഉണ്ടെങ്കിൽ പറയാം, അല്ല ആരെങ്കിലും കർത്താവായി യേശു ക്രിസ്തുവിനെ രക്ഷാവായി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതും പറയാമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് എല്ലാവരുടെ മുമ്പിൽ എഴുതിരുന്ന് നാണമില്ലാതെ എഴുതിരുന്ന് പറഞ്ഞു, ഞാൻ കർത്താവായി യേശു ക്രിസ്തു, ഇന്നു മുതൽ എൻ്റെ ഹൃദയം ഞാൻ കർത്താവായി യേശു ക്രിസ്തുവിന് വേണ്ടി കൊടുക്കുന്നു, ഇനി ഞാൻ ജീവിക്കുന്ന ക്രിസ്തുവിന് വേണ്ടി ആയിരിക്കുമെന്ന്. അങ്ങനെ അന്ന് 1959 ഓഗസ്റ്റ് 1-ാം തീയതി രാത്രി 9:30 ആയപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു. ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. അതിനുശേഷം അവിടെ ആ മീറ്റിംഗ് 15 ദിവസത്തെ മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിങ്ങിൽ എല്ലാ ദിവസവും ആരും പറയാതെ സ്കൂളിൽ നേരത്തെ വരും, രാത്രി മീറ്റിംഗ് പോകും. 5-ാം തീയതി വരെ മീറ്റിങ്ങിന് പോയി. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ആ സഹോദരി പറയുന്ന പോലെ എനിക്കും പറയാനായിട്ട് എന്നെ ഒരുക്കണമെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞു. പ്രാർത്ഥിച്ചു. 5 ദിവസം വരെ ഒന്നുമില്ല. 5-ാം പൊക്കം
ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു തീരുമാനമെടുത്തു. 6, 7, 8 3 ദിവസം ഞാൻ ഉപവാസം എടുക്കുമെന്ന്. ഞാൻ 3 ദിവസത്തിന് ഉപവാസം എൻ്റെ മനസ്സിൽ ഡിക്ലെയർ ചെയ്തു. 3 ദിവസം സ്കൂളിൽ പോകാതെ ഉപവസിച്ച് സഭാ ഹാളിൽ തന്നെ ഇരുന്ന്, ഞാൻ വീട്ടിൽ പോലും പോകാതെ സഭാ ഹാളിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചു. 8-ാം തീയതി ഞായറാണ്, സഭായോഗം കഴിഞ്ഞു. ഞാൻ പിന്നെയും പോകാതെ അവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 8-ാം ദിവസം രാത്രി 8 മണിയായപ്പോൾ ദൈവം ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ തന്നു. എനിക്ക് ചിലരോടൊക്കെ പിണക്കവും വഴക്കമൊക്കെ ഉണ്ടായിരുന്നു. ദൈവം പറഞ്ഞു, ആദ്യമേ പോയി നീ അവനോട് നിരപ്പ് പ്രാപിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ രാത്രി ഞാൻ എങ്ങനെ പോകും? നാളെ രാവിലെ ഞാൻ പോയി ക്ഷമ ചോദിച്ചോളാം, എല്ലാവരുടെ നിരപ്പ് പ്രാപിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, ഞാൻ രാവിലെ അങ്ങനെ തീരുമാനം എടുത്തു. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു വയ്ക്കുമ്പോൾ രാത്രി 9:30 ആകുമ്പോൾ ഏതോ ഒരു ശക്തി എന്നിൽ വ്യാപരിക്കുന്ന, വലിയൊരു ശക്തി എന്നിൽ പിടിച്ചാൽ അടങ്ങാൻ പാടില്ലാത്തൊരു ശക്തി എൻ്റെ ശരീരത്തിൽ വ്യാപരിച്ചു. ഞാൻ തുള്ളിച്ചാടിക്കൊണ്ട് അന്യഭാഷ അടയാളത്തോടു കൂടി അഭിഷേകം പ്രാപിച്ചു. അത് ഏതാണ്ട് രാത്രിയിൽ ഒരു 2 മണി വരെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 2 മണി വരെ എനിക്ക് മറ്റൊന്നും എൻ്റെ വായിൽ വരുന്നില്ല, അന്യഭാഷ മാത്രം ഞാൻ സംസാരിച്ചു. പിറ്റേ ദിവസം രാവിലെ സന്തോഷമായി ഞാൻ ചെയ്ത തീരുമാനപ്രകാരം പിറ്റേ ദിവസം രാവിലെ, തിങ്കളാഴ്ച രാവിലെ, എനിക്കറിയാവുന്നവരോടെല്ലാം പോയി ഞാൻ ക്ഷമ ചോദിച്ചു, നിരപ്പ് പ്രാപിച്ചു. ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളതും അവർക്ക് ദോഷമായി ചെയ്തിട്ടുള്ളതും അവരെ ചീത്ത വിളിച്ചിട്ടുള്ളതും എല്ലാം ഞാൻ ക്ഷമ ചോദിച്ചു. അങ്ങനെ ദൈവത്തിന് കൃപയാൽ 8-ാം തീയതി രാത്രിയിൽ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്തു. കേവലം അന്യഭാഷ തന്നെയല്ല, എനിക്ക് ചില കൃപാവരങ്ങളും കൂടി ദൈവം തന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രവചന ശുശ്രൂഷ, പലരെയും കുറിച്ച് പ്രവചിക്കുവാൻ ദൈവം എനിക്ക് ഇടയാക്കി. അങ്ങനെ ഏതാണ്ട് 1 വർഷം. പിന്നെ എൻ്റെ പഠിത്തമൊക്കെ, പിന്നെയും പഠിത്തത്തിന് ഞാൻ പുറകോട്ടായി. കാരണം പഠിത്തത്തെക്കാൾ കൂടുതൽ ആത്മീയ പ്രവർത്തനങ്ങളിലേക്ക് ഞാൻ തിരിഞ്ഞു. വീട്ടിൽ വന്നാൽ ബൈബിൾ വായിക്കുക, കിട്ടുന്ന സമയം മുഴുവനും, എത്ര സമയം കിട്ടിയാലും എല്ലായിടങ്ങളിലും പോയി സുവിശേഷം അറിയിക്കുക, ട്രാക്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക, അനേകർക്ക് വേണ്ടി പാവപ്പെട്ടവരുടെ വീട്ടിൽ പോയി അവരുടെ വിവരങ്ങളൊക്കെ അന്വേഷിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ എന്നും രാവിലെ ഞങ്ങളുടെ ഇവിടെ കുന്നുണ്ടായിരുന്നു, കുന്നുംപുറം. അതിനും കുന്നുംപുറം എന്നാ പറയുന്നത്. ഇന്ന് കുന്നൊന്നുമില്ല, അന്ന് കുന്നുംപുറം എന്നാ പറയുന്നത്. ആ കുന്നിൻ്റെ മേളിൽ കയറി എനിക്ക് അറിയാവുന്ന വേദവാക്യങ്ങളൊക്കെ വിളിച്ചു പറയുമായിരുന്നു. വെളുപ്പിന് എല്ലാവരും ഉണരുന്ന മുമ്പാടെ കയറി വിളിച്ചു പറയുമായിരുന്നു. അല്ലല്ല, നീ രക്ഷിക്കപ്പെടാഞ്ഞാൽ അങ്ങനെ നശിച്ചു പോകും, കർത്താവായ യേശു ക്രിസ്തു നീ നിന്റെ കുടുംബം രക്ഷിക്കപ്പെടും എന്ന് വേണം. ഇങ്ങനെ അറിയാവുന്ന കുറേ വാക്യങ്ങളെ പഠിച്ചു. ആ വാക്യങ്ങളെല്ലാം വിളിച്ചു പറയും. അതിനുശേഷമാണ് ഞാൻ സ്കൂളിൽ പോകാറുള്ളത്. പഠനത്തിൽ പിന്നെയും ഞാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ല, എന്നാലും പഠിക്കുന്നുണ്ട്. എല്ലാവരും, ഞാൻ 5-ാം ക്ലാസ് മുതൽ 1-ാം ക്ലാസ് വരെ മിക്ക ക്ലാസ്സുകളിലും എല്ലാവരും 1 വർഷം പഠിക്കുമ്പോൾ ഞാൻ 2 വർഷം പഠിക്കും, എങ്കിലും ഞാൻ ജയിച്ചു പോകുകയുള്ളൂ. അങ്ങനെയായിരുന്നു. പഠനത്തിൽ അത്രയ്ക്കും മിടുക്കനായിരുന്നു. അങ്ങനെ ഇരുന്നു. ഒരിക്കൽ ഇന്നും എനിക്ക് വിഷമമുണ്ട്. എൻ്റെ നല്ലാത്ത ഒരു വിഷയത്തിന്മേൽ ഞാൻ കുറ്റം ചെയ്തിട്ട്, ഇന്നും പറഞ്ഞു ഞാൻ കുറ്റം ചെയ്തിട്ടില്ല, എന്നെ കുറ്റക്കാരനായി വിധിച്ചു. സഭാ പാസ്റ്റർ എനിക്ക് ഒത്തിരി താക്കീത് തന്നു, ഒരുപാട് വഴക്കുണ്ടാക്കി. പല പ്രാവശ്യം അദ്ദേഹം എന്നോട് ദേഷ്യപ്പെട്ടു. ഒരിക്കൽ അദ്ദേഹം
എഴുന്നേറ്റ് സഭയിൽ പറഞ്ഞു, നാളെ മുതൽ, ഈ ആഴ്ച മുതൽ ജോയി സാക്ഷ്യം പറയാനോ ആത്മീയ സൃഷ്ടിയിൽ പങ്കുചെയ്യുവാനോ പാടില്ല. എന്നുവരെ തെറ്റ് ക്ഷമ ചോദിക്കുന്നില്ല, നിരപ്രാപിക്കുന്നില്ല, അന്നുവരെ ആത്മീയ സൃഷ്ടിയിൽ ഒന്നും പങ്കുചേരാൻ പാടില്ലെന്ന്. അത് വലിയൊരു വിഷയമായി മാറി. സഭയ്ക്കുള്ളിൽ ഒരു ഭയങ്കര കലഹത്തിനിടയായി. അവസാനം സെൻറ്ററിനെ വിവരം അറിയിച്ചു. കോട്ടയം സെൻറ്ററിനെ വിവരം അറിയിച്ചു. കോട്ടയം സെൻറ്ററിൽ നിന്ന് സെൻട്രൽ പാസ്റ്ററും സെക്രട്ടറിയും 5 പാസ്റ്റർമാർ വന്ന് കേസ് തീർക്കുവാൻ വാഗ്ദാനത്ത് വന്നു. സംസാരിച്ചു. ഞാൻ ചെറുപ്പമാണ്, ഞാനന്ന് വളരെ ചെറുപ്പമാണ്. 1959 കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ചെറുപ്പമാണ്. പക്ഷെങ്കിൽ അവർ സംസാരിച്ചു. കാര്യങ്ങളെല്ലാം സെറ്റിലാകുമെന്ന് സ്ഥിതി വന്നപ്പോൾ സെൻട്രൽ പാസ്റ്റർ പറഞ്ഞു, ജോയി ഒരു കാര്യം ചെയ്യേ, പാസ്റ്ററുടെ അടുത്ത് ചോദിച്ചത് എൻ്റെ തെറ്റ് ഇതാണ്, ഒരു തെറ്റ് പാസ്റ്ററുടെ അടുത്ത് ഞാൻ ചോദിച്ചു എന്നുള്ളതാണ് കാര്യം. അഭിഷേകത്തിന് നേരെ കൈ ചൂണ്ടാൻ നിനക്ക് അവകാശമില്ല, ചോദിക്കാൻ നിനക്ക് അവകാശമില്ല. നീ പയ്യനാണ്. അതുകൊണ്ട് നീ എഴുന്നേറ്റ് ക്ഷമ ചോദിച്ചിട്ട്, സഭയായിട്ടും പാസ്റ്ററോടും ക്ഷമ ചോദിച്ചിട്ട് നീ പഴയതുപോലെ തന്നെ സഭയിൽ പോകാൻ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു, ചായ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. പാസ്റ്ററോട് ചോദിച്ചു ഇത് തെറ്റല്ലേ എന്ന്. ഇത്രയും ഞാൻ ചോദിച്ചുള്ളൂ, പാസ്റ്ററോട് ചോദിച്ചു തെറ്റല്ലേ എന്ന്. പക്ഷെ അദ്ദേഹം എന്നെ വഴക്ക് പറയുകയായിരുന്നു ചെയ്തത്, എന്നെ ആട്ടി ഓടിക്കുകയായിരുന്നു ചെയ്തത്. എന്നിട്ട് ഞാൻ പാസ്റ്ററോട് ഞാൻ ക്ഷമ ചോദിക്കണോ അതോ പാസ്റ്റർ എന്നോട് ക്ഷമ ചോദിക്കണമെന്ന് ചോദിച്ചു. അതുകൊണ്ട് പാസ്റ്റർ ആദ്യം ക്ഷമ തെറ്റ് ചെയ്തിട്ട് ആ ക്ഷമ ചോദിക്കട്ടെ, അതിനുശേഷം ഞാൻ ക്ഷമ ചോദിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ കോപിച്ച്, സെൻട്രൽ പാസ്റ്റർ, ഞാൻ പേര് പറയാൻ എല്ലാവരും അറിയും, ലോകപ്രസിദ്ധനാണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല. അദ്ദേഹം കോപിച്ചോണ്ട് പറഞ്ഞു, നീ ആരാടാ പാസ്റ്ററോട് ചോദിക്കാൻ? നിനക്കാരാ അധികാരം തന്നത്? ദാവീദിന് സന്ദർഭം കിട്ടിയിട്ടും ശൗലിന്റെ മേൽ ഒരു ആക്ഷൻ എടുത്തില്ല. അതിനൊക്കെ അറിയാവുന്ന ചോദിച്ചു. അതുകൊണ്ട് നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ സഭയിൽ നിന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് നിന്ന് എല്ലാവരോടും കൂടെ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, കൃപയ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ തെറ്റ് പറഞ്ഞിട്ടില്ല, തെറ്റ് ചെയ്തിട്ടില്ല. സഭയിലെല്ലാവരും, മാതാപിതാക്കള്, സഹോദരി സഹോദരന്മാർ, വലിയവരും ചെറിയവരും എല്ലാവരും എന്നെ ഒത്തിരി സ്നേഹിച്ചു. ഒത്തിരി എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ ഒത്തിരി എന്നെ സപ്പോർട്ട് ചെയ്തു. അതിനെല്ലാം നിങ്ങൾക്ക് നന്ദി പറയുന്നു. പക്ഷെങ്കിൽ ഞാൻ ഈ കൂട്ടായ്മയിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിങ്ങളോടെല്ലാം ക്ഷമ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഞാൻ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതിൽ പിന്നെ ഇന്ന് വരെ ആ സഭയിൽ ഞാൻ കയറിയിട്ടില്ല. അങ്ങനെ ഒരു പ്രകാരത്തിൽ തല്ലി ഉന്തി 9ാം ക്ലാസ് വരെ പഠിച്ചു. 9ാം ക്ലാസ് ആയപ്പോൾ സാർമാരെല്ലാം കൂടെ തീരുമാനിച്ചു, ഇവനെ കാണും. സ്കൂളിൽ ഞാൻ ഉഴപ്പിനായി. പല കാര്യത്തിലും ഞാൻ ഇവിടാത്ത കാര്യങ്ങളൊന്നുമില്ല, എല്ലാ കാര്യത്തിലും ഞാൻ ആയി. ഹെഡ് മാസ്റ്റർ എല്ലാം കൂടെ ടീച്ചേഴ്സ് മീറ്റിംഗ് കൂട്ടി അവർ തീരുമാനിച്ചു എനിക്ക് ടീസ് തരാമെന്ന്. എന്നെ വിളിച്ചു, നിനക്ക് ടീസ് 9ാം ക്ലാസ് തോറ്റാൽ ജയിച്ചാൽ ഞങ്ങൾക്ക് ടീസ് തരും, ഞങ്ങൾ ഇനി ഇവിടെ സ്കൂൾ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, നല്ല കാര്യം, പക്ഷെങ്കിൽ ഏതാ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ ടീസ് തന്ന് വിടാൻ പോവാണല്ലോ, എന്നെ ജയിപ്പിച്ച വിടാതെ തോപ്പിച്ച് വിടണമെന്ന് പറഞ്ഞു. ഞാൻ ജയിച്ചതായിട്ടൊരു സർട്ടിഫിക്കറ്റ് തരണമെന്ന് പറഞ്ഞു. ഇനിയോ അവരെ ജയിപ്പിച്ച് ജയിച്ചായ സർട്ടിഫിക്കറ്റ് തന്നു. അങ്ങനെ 9ാം ക്ലാസ് ഞാൻ ജയിച്ചു. അങ്ങനെ ഇരിക്കെ എന്നെക്കുറിച്ചുള്ളതായ പരാതികള്, എന്നെക്കുറിച്ചുള്ളതായ കൊള്ളതായ്മകള് നാട്ടുകാരുടെ ഇടയിൽ എല്ലായിടത്തും പരന്നു.
ഞാൻ ഇല്ലാത്ത നാട്ടിൽ പറയുന്ന പോലെ ചുക്ക് ചേരാത്ത കഷായമില്ല, ഉപ്പ് ചേരാത്ത കറിയുമില്ല എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇല്ലാത്ത ഒരു കേസും ഇല്ല. ഞാനൊന്നിനും പോയിട്ടില്ലെങ്കിൽ തന്നെയും ആൾക്കാർ എന്നെ കുറ്റം പറയും. എളിയ പുറത്തെ വാദം കൊച്ചുള്ളൂ. ഞാൻ പാവപ്പെട്ടവനായതുകൊണ്ട് എന്നോട് എല്ലാവരും വരയ്ക്കുമായി. ഞാൻ വളരെ മോശമായ രീതിയിൽ വെളിയിൽ പറയാൻ കൊള്ളാത്ത വിധത്തിൽ വളരെ മോശമായ രീതിയിൽ നാട്ടിൽ ജീവിച്ചു. എന്നാൽ മോഷണം നടത്തിയിട്ടില്ല. മോഷണം മാത്രം നടത്തിയിട്ടില്ല, ആരുടെയും മോഷ്ടിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ അപ്പച്ചന്, എൻ്റെ പിതാവിന് വെളിയിലോട്ട് ഇറങ്ങാൻ നാണം കെട്ടിട്ട് വെളിയിലോട്ട് ഇറങ്ങാൻ പാടില്ല. ആര് കണ്ടാലും പറയും നിന്റെ മോളിലാണ് അത് ചെയ്തത്, നിന്റെ മോളിലാണ് അത് ചെയ്തത് എന്ന് പറഞ്ഞ് അപ്പത്തിൻ്റെ അടുത്ത് പറയുമായിരുന്നു. അവസാനം അപ്പച്ചൻ സൈ കിട്ടു. പരാതിക്കാരും വീട്ടിൽ വന്ന് അപ്പത്തിൻ്റെ അടുത്ത് പറയും മകനെ മര്യാദയ്ക്ക് വളർത്തിക്കോണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പത്തിൻ്റെ ഓർത്തു എന്നെ ആരെങ്കിലും അടിച്ചു കൊല്ലും, അല്ലെ ആരെങ്കിലും കുത്തിക്കൊല്ലും എന്ന് പലപ്പോഴും അപ്പച്ചൻ വിചാരിച്ചു. ഒരിക്കല് അപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞു, നീ അന്ന് മരിച്ചിരുന്നെങ്കിൽ എനിക്ക് സങ്കടമില്ലായിരുന്നു. പക്ഷേ ഇന്ന് നീ എന്നെ കണ്ണൂര് കുടിപ്പിക്കല്ലേ മോനെ, അതിനുവേണ്ടി അല്ല നിന്നെ ഞാൻ പ്രതിഷ്ഠിച്ചെന്ന് പറഞ്ഞു. ഞാനിവിടെ കേൾക്കാൻ, ഞാനിവിടെ അനുസരിക്കാനാ. എൻ്റെ ജീവിതം പാടെ മാറി. അങ്ങനെ ഇരിക്കുമ്പോൾ പട്ടാളത്തിൽ ജോലിയിലായിരിക്കുന്ന എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ നാട്ടിൽ വന്നു. അപ്പച്ചൻ ജ്യേഷ്ഠനെ വീട്ടിൽ വിളിച്ചു എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. അച്ചായൻ പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ അവനെ കൊണ്ടുപോയിക്കോളാം. അവനെ ഇന്നെ നാട്ടിൽ നിർത്തുകയില്ല, അവനെ എൻ്റെ കൂടെ കൊണ്ടുപോയി ഞാൻ എന്തെങ്കിലും ജോലി വാങ്ങിച്ചു കൊടുത്തോളാം. അങ്ങനെ നിൽക്കുമ്പോൾ അച്ചായൻ ഒരിക്കൽ എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു, ജോയി, നാളെ ഞാൻ പോവുകയാണ്, അവധി തീർന്നു, അവധി കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോവുകയാണ്, നീയും എൻ്റെ കൂടെ വരണം, എനിക്ക് നല്ല ജോലി തരാം. ഞാൻ പറഞ്ഞു, എൻ്റെ ഞാൻ തയ്യാറ്, ഒരു പാൻറ്റോ ഷർട്ടോ ഒന്നും എൻ്റെ ഇല്ല, അന്ന് പാൻറ്റും ഒന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു വെള്ളമുണ്ടും 2 ഷർട്ടും മാത്രമേ ഉള്ളൂ, വേറൊന്നും എൻ്റെ, അത് മതി, ബാക്കിയെല്ലാം ഞാൻ ഉണ്ടാക്കി തന്നോളാം, നീ എൻ്റെ കൂടെ പോരെന്ന് പറഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം ഈ നശിച്ച നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകാമെന്നുള്ളൊരു വിചാരം വന്നു. അങ്ങനെ ഞാൻ അച്ചായനോട് പോയി. സെക്കൻഡറാബാദിൽ, അന്ന് അച്ചായൻ സെക്കൻഡറാബാദിലായിരുന്നു, എൻ്റെ ജ്യേഷ്ഠനോട് ഞാൻ പോയി സെക്കൻഡറാബാദ് EME ട്രെയിനിങ് സെൻറ്ററിൽ ചെന്നു. പട്ടാള ക്യാമ്പാണ്. പട്ടാള ക്യാമ്പിൽ അച്ചായൻ പറഞ്ഞു, നീ മുറിക്കാത്തിരുന്നോണം, വെളിയിലാകും പോകരുത്. കാരണം സിവിലിയൻസിനെ പട്ടാള ക്യാമ്പ് വെളിയിൽ നടക്കാൻ ഓർഡറില്ല. അവർ കണ്ടുവച്ചപ്പം പിന്നോട് നിന്ന് ചോദിക്കും, നിനക്ക് ഭാഷ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, അവർ ഇവിടെ ജയിലിലിടും. പിന്നെ ഞാൻ എൻ്റെ പുറകെ പോകേണ്ടി വരും, അതിനൊക്കെ നല്ല നീ എങ്ങും പോകേണ്ട, വീട്ടിൽ ഇരുന്നോന്ന് പറഞ്ഞു, റൂമിനകത്ത് ഇരുന്നോന്ന് പറഞ്ഞു. ഞാൻ റൂമിനകത്തിരുന്നു. 3 മാസം ഞാൻ ആ റൂമിലിരുന്നു. അതിനിടയ്ക്ക് ചില ഹിന്ദി വേർഡ്സൊക്കെ പഠിച്ചു. തൽക്കാലം നിൽക്കാൻ ആരെങ്കിലും ചോദിച്ച പേരിന്നതാ, എവിടെ തോന്നുന്നു, ഇന്നോടത്ത് തോന്നുന്നു, വിദ്യാഭ്യാസം ഇത്രയുണ്ട്, ഇത്രയും പറയാൻ പഠിച്ചു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ കള്ളില്ല, സിഗരറ്റില്ല, യാതൊരു എനിക്ക് വേണമെന്ന് ആഗ്രഹമില്ല. കാരണം നല്ല പയ്യനായി. 3 മാസം അച്ഛനോട് താമസിച്ചു. 3-ാം മാസം EME സെന്ററിന്റെ റിക്രൂട്ട്മെന്റ്, പുതിയ ആൾക്കാരെ എടുക്കുന്നതായ റിക്രൂട്ട്മെന്റ് നടക്കുകയാണ്. അച്ഛൻ എന്നോട് പറഞ്ഞു, നാളെ റിക്രൂട്ട്മെന്റ് ഓഫീസ് പോകണം, EMEയിൽ ആൾക്കാരെ എടുക്കുന്നുണ്ട്. EME എന്ന് പറയുക ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, പട്ടാളത്തിൻ്റെ വിഭാഗമാണ്. അവിടെ ആൾക്കാരെ എടുക്കുന്നുണ്ട്,
എൻ്റെ സർട്ടിഫിക്കറ്റായിട്ട് നീയും വരണം, നമുക്ക് രണ്ടുപേരുടെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി. ഞാൻ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു, എനിക്ക് ഇൻ്റർവ്യൂ പാസ്സായി, എന്നെ EM-ൽ ചേർത്തു. 6 മാസം എൻ്റെ പോകുന്ന സമയത്ത് എനിക്ക് വേണ്ട ഡ്രസ്സും ഒരു താരപ്പെട്ടിയും ചേട്ടൻ വാങ്ങിച്ചു തന്നു. അവിടെ പോയി താമസിച്ചു. അങ്ങനെ 6 മാസം ട്രെയിനിങ് കഴിഞ്ഞു. എൻ്റെ ജോലി ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് വെഹിക്കിൾ മെക്കാനിക്കായിട്ട് എനിക്ക് ജോലി കിട്ടി. എന്ന് പറഞ്ഞാൽ പട്ടാളത്തിലെ വണ്ടികൾ നന്നാക്കാൻ ഉള്ള ജോലിയാണ്. അത് ഞങ്ങളെ 1 വർഷം അതിൻ്റെ ട്രെയിനിങ് ഞങ്ങളെ പഠിപ്പിച്ചു. പഠിച്ചതിന് ശേഷം എൻ്റെ ആദ്യത്തെ പോസ്റ്റ് ഞാൻ രാജസ്ഥാനിൽ അൽവർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എന്നെ പോസ്റ്റ് ചെയ്തു. അങ്ങനെ പട്ടാളത്തിൽ പല സ്ഥലങ്ങളിൽ 3 വർഷം കഴിയുമ്പോൾ അവർ ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ട്രാൻസ്ഫറായി അവസാനം 1969 ഞാൻ ബബീരയിലേക്ക് വന്നു. മധ്യപ്രദേശിൽ ബബീന സ്ഥലത്തേക്ക്. അവിടെ ജോലിയിലായിരിക്കുമ്പോൾ ഞാൻ വിവാഹത്തിന് വേണ്ടി എൻ്റെ ഒരുങ്ങളിലായി ഞാൻ നാട്ടിൽ പോയി. കല്ലൂപ്പാറ സ്വദേശി, പത്തനംതിട്ട ഡിസ്ട്രിക്ട് കല്ലൂപ്പാറ സ്വദേശിയായിരിക്കുന്ന അന്നമ്മയുമായിട്ട് വിവാഹാലോചന നടന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എവിടെ വെച്ച് വിവാഹം നടത്തും എന്നുള്ളതായ ഒരു ചിന്ത എന്നെ ഭരിച്ചു. ഞാൻ നാട്ടിൽ വെച്ച് പിന്മാറ്റാവസ്ഥയിൽ പോകുന്നതിന് ശേഷം പെന്തക്കോസ്ത് സഭയിൽ ഞാൻ പോയിട്ടില്ല, മർത്തോമാ സഭയിൽ ഞാൻ പോയിട്ടില്ല, മറ്റൊരു സഭയിൽ ഞാൻ പോയിട്ടില്ല. എന്നാൽ സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് പ്രവർത്തനം വാഗ്ദാനം തുടങ്ങിയ സമയമായിരുന്നു. എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, നീ എങ്ങും പോകുന്നില്ലെങ്കിൽ വാ, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി മെമ്പർഷിപ്പ് എടുത്തു. അതിനുശേഷമാണ് ഞാൻ പട്ടാളത്തിൽ ചേരുന്നത്. ആ കെയർ ഓഫിലെ എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ട് എന്നുള്ള കെയർ ഓഫിലെ സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് വെച്ച് എൻ്റെ വിവാഹം നടക്കുന്നു. വിവാഹം നടന്ന അധികം നാൾ ഞങ്ങൾ വീട്ടിൽ നിന്നില്ല. 5 ദിവസം മാത്രമേ വീട്ടിൽ നിന്നുള്ളൂ. 6-ാം ദിവസം ഞാനും എൻ്റെ ഭാര്യയും കൂടെ പോകുന്നു. എൻ്റെ ഭാര്യ ആ സമയത്ത് UP കാൺപൂർ മെഡിക്കൽ കോളേജിൽ ഒരു നേഴ്സായിരുന്നു. ഞങ്ങൾ കാൺപൂർ വന്നു. ഭാര്യയെ കാൺപൂരിൽ ആക്കിയിട്ട് ഹോസ്റ്റലിലാക്കിയിട്ട് ഞാൻ ബബീനയ്ക്ക് എൻ്റെ ലീവ് കഴിഞ്ഞപ്പോൾ ഞാൻ ബബീനയ്ക്ക് ഞാൻ പോയി. താമസിയാതെ തന്നെ ഓൺ റിക്വസ്റ്റ്, പ്രത്യേക കൺവെൻഷൻ ഗ്രൗണ്ടിലെ ഓൺ റിക്വസ്റ്റിലെ ഞാൻ ട്രാൻസ്ഫർ വാങ്ങിച്ച് കാൺപൂരിലെത്തി. 1970 ഞാൻ കാൺപൂരിൽ എത്തി. ഞങ്ങൾ അവിടെ 70 മുതൽ 72 വരെ കാൺപൂർ താമസിച്ചു. അതിനിടയ്ക്ക് എൻ്റെ ഭാര്യ ഗർഭിണിയായി, പ്രസവ സമയമായി. സന്തോഷമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എന്നാൽ പറഞ്ഞതായ ഡേറ്റിലും ഉദ്ദേശിച്ച സമയങ്ങളിലും ഡെലിവറി പെയിൻ ഉണ്ടാവുകയോ ഡെലിവറി നടക്കുകയോ ചെയ്തില്ല. അങ്ങനെ ഇരിക്കെ ഡെലിവറി പെയിൻ ഉണ്ടാകാനായിട്ട് 3 ദിവസം ഹോസ്പിറ്റലിൽ എൻ്റെ ഭാര്യയ്ക്ക് ഇഞ്ചക്ഷൻ കൊടുത്തു. അങ്ങനെ 3-ാം ദിവസം 1972 ഒക്ടോബർ 17-ാം തീയതി 16-ാം തീയതി രാത്രിയിൽ ഡെലിവറിക്ക് വേണ്ടി എല്ലാ ക്രമീകരണവുമായി. ഡെലിവറി പെയിൻ ഉണ്ടാകാൻ തുടങ്ങി. ഉടനെ ലേബർ റൂമിലേക്ക് മാറ്റി. രാത്രി 1 മണിയായപ്പോൾ ഡെലിവറി കഴിഞ്ഞു.
15-ാം തീയതി വെളുപ്പിന് 1 മണിക്ക് ഡെലിവറി കഴിഞ്ഞുകൊണ്ട് നേഴ്സ് വന്ന് എന്നോട് പറഞ്ഞു, ചേച്ചിയുടെ ഡെലിവറി കഴിഞ്ഞു, ഇനി ഒരു മോനാന്ന് പറഞ്ഞു. വളരെ സന്തോഷം, ഒത്തിരി സന്തോഷമായി. അല്പസമയത്തിനുള്ളിൽ മോനെയും ഒരു ട്രേക്കകത്ത് എടുത്തുകൊണ്ട് നേഴ്സ് വന്നു, എന്നെ കാണിച്ചു. ഒരു നോട്ടം കണ്ടതേ ഉള്ളൂ. മുഴുവൻ നീല നിറം, ശരീരം മുഴുവനും നീലം പൊതിഞ്ഞു വെച്ചിരിക്കുന്ന നീല നിറം. ഞാൻ നേഴ്സിനോട് എന്തു പറ്റി, പിന്നെ പറയാം എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് വെന്റിലേറ്റർ റൂമിലേക്ക് പോയി. എൻ്റെ ഹൃദയം ബന്ധുരുവാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന്, കള്ളുടിയാണ്, അന്നും കള്ളു കുടിക്കും, മദ്യം ഉപയോഗിക്കും. ഞാൻ പിന്മാറ്റ അവസ്ഥ മടങ്ങി വന്നിട്ടില്ല, പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. എന്നാലും ദൈവഭയം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ LLR ഹോസ്പിറ്റല്, കാൺപൂർ LLR ഹോസ്പിറ്റൽ വാതിക്കൽ മൈതാനത്ത് മുട്ടുകുത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, നീ എനിക്ക് തന്ന മകനാണെങ്കിൽ അവൻ സുഖമായി ആരോഗ്യമുള്ളതായി വരുമ്പോൾ ഞങ്ങൾ അവനെ പഠിപ്പിച്ച് നിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ വിടുകയാന്ന് പറഞ്ഞു. സ്വർഗം പ്രാർത്ഥന കേട്ടു. മണിക്കൂറിൽ കഴിഞ്ഞ് ആ നേഴ്സ് വെന്റിലേറ്റർ റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ എന്നോട് പറഞ്ഞു, പേടിക്കണ്ട, ചേച്ചിക്ക് കൊടുത്ത മരുന്ന് മുഴുവനും, എത്ര ഇഞ്ചക്ഷൻ കൊടുത്ത ഇഞ്ചക്ഷൻ്റെ എല്ലാ റിയാക്ഷൻ മോന് സംഭവിച്ചു പറഞ്ഞു. മരുന്നിൻ്റെ റിയാക്ഷനാണ് അത്. ഞങ്ങൾ വെന്റിലേറ്റർ ഇട്ടിരിക്കുകയാണ്, പമ്പിങ് ചെയ്ത് അതെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. പക്ഷെ 3 ദിവസത്തേക്ക് മോനെ നിങ്ങളുടെ കൈ തരികില്ല എന്ന് പറഞ്ഞു. വേണ്ട, ദൈവറിയാൽ ദൈവം പൂർണ്ണ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ മോനെ ഞങ്ങൾക്ക് മടക്കി തന്നു. ഞങ്ങൾ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് വാങ്ങിച്ചു വീട്ടിൽ വന്നു. ഈ 3 വർഷം ഞാൻ കാൺപൂരിൽ ഞങ്ങൾ കുടുംബക്കാർ താമസിച്ചു. എന്നാൽ ഒരു പള്ളിയിലോ പട്ടക്കാരനെ കാണാനോ പള്ളിയിലോ പോയിട്ടില്ല. എല്ലാ ഞായറാഴ്ചയും രാവിലെ മോർണിംഗ് ഷോയ്ക്ക് പോവും, പിന്നെ മാറ്റിനിക്ക് പോവും, മിക്കപ്പോഴും ഫസ്റ്റ് ഷോയ്ക്കും പോവും സിനിമ കാണാൻ. ഞായറാഴ്ച വീട്ടിലെ ആഹാരം ഉണ്ടാക്കില്ല, എല്ലാം വെളിയിൽ നിന്നാണ്. അങ്ങനെ പള്ളിയും പട്ടക്കാരിലും ജീവിച്ച സമയമായിരുന്നു. അങ്ങനെ 1972 വീണ്ടും എന്നെ ട്രാൻസ്ഫർ ജമ്മു കാശ്മീർ രജോറി എന്ന സ്ഥലത്തേക്കായി. അവിടെ രജോറിയിൽ ചെന്നു. ശാരീരികമായിട്ടും മാനസികമായിട്ടും എനിക്ക് ക്ലേശമുണ്ട്. കാരണം മോനെയും ഭാര്യയും വിട്ടിട്ട് പോകുന്നുള്ള സങ്കടം. മദ്യം അത് മാറാണ്ട് അവിടെ കിട്ടുന്ന മദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഒരു നല്ല കുടിയന്മാരുടെ ലക്ഷണമായി ഞാൻ. മദ്യമില്ലാതെ വൈകിട്ട് ആഹാരം കഴിക്കാൻ പ്രയാസമായി തോന്നി. അങ്ങനെ ഇരിക്കുമ്പോൾ 1973 മാർച്ചിൽ ഞാൻ കിടന്നുറങ്ങി. ആ സമയത്ത് ഒരു ടെലഗ്രാം മെസ്സേജ് കിട്ടുന്നു. അന്ന് ഫോണൊന്നും ഇല്ലാത്ത സമയമാണല്ലോ. ഒരു ടെലഗ്രാമിൽ കൂടി എനിക്ക് മെസ്സേജ് കിട്ടി. ഞാൻ ശ്രദ്ധിക്കാതെ അവിടെ വെച്ചു. വെളുപ്പിനെ എഴുന്നേറ്റ് ആ മെസ്സേജ് നോക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന വാർത്ത എൻ്റെ ഹൃദയത്തെ ആകപ്പാടെ തകർത്തു. ഫാദർ എക്സ്പയർ, പിതാവ് മരിച്ചുപോയി. പെട്ടെന്ന് ഞെട്ടൽ എനിക്കുണ്ടായി. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ്, ഞാൻ എങ്ങനെ എൻ്റെ പിതാവിനെ കാണും? എനിക്കൊരു നോട്ടം എൻ്റെ പിതാവിനെ കാണാനുള്ള ആഗ്രഹമുണ്ട്. കഴിഞ്ഞ നീണ്ട വർഷങ്ങൾ, 10-13 വർഷം, 14 വർഷത്തോളം രാവ് പകല് രാത്രിയുടെ യാമങ്ങളിൽ 12 മുതൽ 2 മണി വരെയും എൻ്റെ പിതാവ് എഴുന്നേറ്റിരുന്ന് ഞാൻ പിന്മാറ്റ അവസ്ഥ മടങ്ങിപ്പോരാൻ പ്രാർത്ഥന പലപ്പോഴും ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ കേട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ കണ്ണുകരി ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മച്ചി
വേദനയോടെ കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ആ പ്രാർത്ഥനയെല്ലാം എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. എങ്ങനെ എൻ്റെ പിതാവിനെ ഞാൻ ഒന്ന് കാണും, ഏത് വിധത്തിൽ എൻ്റെ പിതാവിനെ എനിക്കൊന്ന് കാണാൻ സാധിക്കും. അവിടെ വെച്ച് തീരുമാനം എടുക്കുന്നു. ആരോ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ മന്ത്രിച്ചു, നീയും എൻ്റെ പിതാവിനെ പോലെ ആയാൽ തീർച്ചയായും എന്നെ കാണാൻ സാധിക്കുമെന്ന്. അവിടെ ഞാൻ ഒരു തീരുമാനം എടുക്കുന്നു, കർത്താവെ, ഇനി ഞാൻ മദ്യം ഉപയോഗിക്കുകയില്ല, ഞാൻ ഒരു ദൈവത്തിലായി ജീവിക്കും. എൻ്റെ മടങ്ങിവരവിൻ്റെ ആരംഭം അതാണ്. പെട്ടെന്ന് ഞാൻ 15 ദിവസം ലീവ് വാങ്ങിച്ച് ഞാൻ കാൺപൂരിലെത്തി. ഭാര്യയും മോനെയും കൂടി നാട്ടിൽ ചെന്നു. ദുഃഖിതരായിരിക്കുന്നതായ കുടുംബാംഗങ്ങളെയും അമ്മച്ചിയെയും സമാധാനപ്പെടുത്തി 7 ദിവസം അവിടെ താമസിച്ചു. 7-ാം പക്കം ഞാൻ മടങ്ങി പോരുന്ന സമയത്ത് എൻ്റെ അമ്മച്ചി എന്നോട് ഇങ്ങനെ പറഞ്ഞു, മോനെ, അതിൻ്റെ അപ്പൻ നിനക്ക് വേണ്ടി ഒന്നും കരുതിയിട്ടില്ല, പക്ഷെ അപ്പൻ ഉപയോഗിച്ചിരുന്ന വേദപുസ്തകം ഇവിടെ ഉണ്ട്, അത് നീ എടുത്തോണ്ട് പോക്കാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് വേദപുസ്തകം എടുത്തിട്ട് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി, ഇനി ഞാനിവിടെ വരുന്നത് ജീവിതത്തിലായിരിക്കും, ഞാൻ വലിയൊരു ഉപദേശിയായിട്ട് തന്നെ കടന്നു വരുമെന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് പറയാം, ഉപദേശിയായിട്ട് ഞാൻ കടന്നു വരുമെന്ന്. അങ്ങനെ ഞാൻ അവിടെ പോകുന്നു. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. ഭാര്യയെ കാൺപൂരിലാക്കി ഞാൻ ട്രജറിലേക്കും ജമ്മു കാശ്മീർ ട്രജറിലേക്ക് വന്നു. എൻ്റെ മനസ്സാപ്പാടെ ജോലി ചെയ്യുന്ന എൻ്റെ മനസ്സ് മാറി. ജോലി ചെയ്യാൻ മനസ്സനുവദിക്കുന്നില്ല. ആരുമായിട്ട് സന്തോഷമായി ഇടപെടാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. നല്ലവണ്ണം ചിരിക്കുവാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അവസാനം ഞാൻ തീരുമാനിച്ചു, ഇനി ഞാനിവിടെ നിന്നാൽ, പട്ടാളത്തിൽ നിന്നാൽ എൻ്റെ ജീവിതം സ്പോയിലായി പോകും, നഷ്ടപ്പെട്ടു പോകും, എന്നേക്കുമായി ഞാൻ നഷ്ടപ്പെടും. അതുകൊണ്ട് എനിക്ക് പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു പോകണം. ഞാൻ പെട്ടെന്ന് കമാൻഡർ ഓഫീസറുടെ, ഞങ്ങളുടെ കമ്പനി കമാൻഡറുടെ ഇൻ്റർവ്യൂ എടുത്തു. പേഴ്സണൽ ഇൻ്റർവ്യൂവിന് വേണ്ടി ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു. എന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അദ്ദേഹം ചോദിച്ചു, എന്താ പ്രശ്നം ചോദിച്ചു. ഞാൻ എൻ്റെ രഹസ്യങ്ങളെല്ലാം അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു. അദ്ദേഹം എല്ലാം ശ്രദ്ധിച്ച് കേട്ടിട്ട് എന്നോട് പറഞ്ഞു, പറയീസേ, നീ 1 വർഷം 4 മാസം കൂടെ ജോലി ചെയ്താൽ നിനക്ക് പെൻഷൻ കിട്ടും. നിനക്ക് നല്ലൊരു തുക, നിനക്ക് തന്നെയല്ല, എൻ്റെ കുടുംബത്തിന് മുഴുവനും പെൻഷൻ കിട്ടും. നീ മരിച്ചാൽ നിന്റെ ഭാര്യയ്ക്ക് പെൻഷൻ കിട്ടും. അത് തന്നെയല്ല, ഏത് ഹോസ്പിറ്റലിലും നിനക്ക് ഫ്രീ ട്രീറ്റ്മെൻറ്റ് കിട്ടും. അങ്ങനെ പല ഫെസിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് നീ പേടിക്കാതെ സന്തോഷത്തോടെ 1 വർഷം 4 മാസം കൊണ്ട് നില്ലേ, ഞാൻ നിനക്ക് ഡിസ്ചാർജ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. പ്രിമിച്ചർ ഡിസ്ചാർജ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. ഞാൻ കൈകൂപ്പി കരഞ്ഞുകൊണ്ട് അത് പറഞ്ഞു, സാറേ, എനിക്കൊരു മണിക്കൂർ പോലും നിൽക്കാൻ സാധ്യമല്ല, എനിക്ക് ജോലി ചെയ്യുവാൻ എന്നെക്കൊണ്ട് സാധിക്കുകയില്ല, ഞാൻ നിന്നാൽ എൻ്റെ ജീവിതം സ്പോയിലായി പോകും. അതുകൊണ്ട് എനിക്ക് എങ്ങനെയാലും സാർ ഡിസ്ചാർജ് വാങ്ങിത്തരണം. കാരണം അദ്ദേഹത്തിന് ഡിസ്ചാർജ് തരാനുള്ള ഓർഡർ ഇല്ല. എനിക്ക് ഡിസ്ചാർജ് ആണെങ്കിൽ ഞങ്ങളുടെ EME സെൻറ്റർ സെക്കൻഡ് ഭാഗത്ത് ഡിസ്ചാർജ് കിട്ടത്തുള്ളൂ. അവിടെ നിന്നാണ് ഡിസ്ചാർജ് സാങ്ഷൻ ആകുന്നത്. പക്ഷേ ഇദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ സാധിക്കും, എന്നെ റെക്കമെൻഡ് ചെയ്യാൻ. അങ്ങനെ അദ്ദേഹത്തോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തു, കാല് പിടിച്ച് ഞാൻ റിക്വസ്റ്റ് ചെയ്തു. ആ റിക്വസ്റ്റിൻ്റെ പേരിൽ അദ്ദേഹം എൻ്റെ ആപ്ലിക്കേഷൻ റെക്കമെൻഡ് ലെറ്ററോടുകൂടി ഫോർവേഡ് ചെയ്തു. ദൈവകൃപയാൽ 1-2 മാസത്തിനകം റെക്കോർഡ് എൻ്റെ ഡിസ്ചാർജ് സാങ്ഷനായി വന്നു. ഞാൻ ഡിസ്ചാർജ് വാങ്ങിച്ച് 1973 തിരിച്ച് ഞാൻ കാൺപൂർ ചെല്ലുന്നു. ഭാര്യയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു.
ഇനി എങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കാൻ ചോദിച്ചു. എങ്ങനെ നമ്മുടെ കാര്യങ്ങൾ കഴിയും, എങ്ങനെ മോനെ പഠിപ്പിക്കും? ഞാൻ പറയും, യഹോവ ഈരെ, പേടിക്കണ്ട. എൻ്റെ എപ്പോഴും ഉള്ള ഒരു മാസ്റ്റേഴ്സ് ഫീസാണ് ഞാൻ പറയുന്നത്, യഹോവ ഈരെ. ഞാൻ പറയും, എൻ്റെ കയ്യിൽ നല്ലൊരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞാൻ എവിടെയെങ്കിലും പ്രൈവറ്റായിട്ട് ജോലി ചെയ്യാൻ അന്വേഷിച്ച് ഞാൻ ജോലിയിൽ കയറിക്കൊള്ളാം, നമുക്ക് സുഖമായിട്ട് ഇവിടെ കഴിയാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഈവാഞ്ചിക്കൽ ചർച്ചിൻ്റെ ഒരു പ്രവർത്തകനെ, സെന്റ് തോമസ് ഈവാഞ്ചിക്കൽ ചർച്ചിൻ്റെ പ്രവർത്തകനെ ഞാൻ കണ്ടു. അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. ഞങ്ങൾ വീട്ടിൽ ആരാധന ആരംഭിച്ചു. ആ സമയത്ത് അതിനിടയ്ക്ക് ഞാൻ എൻ്റെ പേര് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്തു. എൻ്റെ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും കൊടുത്തു, എൻ്റെ പേര് രജിസ്റ്റർ ചെയ്തു. ക്ലർക്കിന് 50 രൂപയും കൊടുത്തു. അദ്ദേഹത്തിൻ്റെ 50 രൂപ കൊടുത്ത് പറയും, എവിടെയെങ്കിലും നല്ല വേക്കൻസി വന്നാൽ എന്നെ അറിയിക്കണം, എനിക്ക് കോളിംഗ് ലെറ്റർ അയക്കണോ, കൈക്കൂലിയായിട്ട് 50 രൂപയും കൊടുത്ത് ഞാൻ പോയിരുന്നു. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്നതായ ആ സെയിം വർക്ക്ഷോപ്പിലെ EM വർക്ക്ഷോപ്പ് എന്ന് എനിക്ക് കോളിംഗ് ലെറ്റർ വന്നു. ഇന്റർവ്യൂവിന് ഞാൻ പോയി, ഇന്റർവ്യൂ കൊടുത്തു, പാസ്സായി. അവർ എനിക്ക് അപ്പോയിൻമെന്റ് ലെറ്റർ തന്നു. നല്ല ശമ്പളം, സുഖകരമായ ജീവിതം, 8 മണിക്കൂർ ജോലി ചെയ്യുക, ബാക്കി എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അവർക്ക് തോന്നുന്നില്ല, ജോലി ചെയ്യുക. അങ്ങനെ സിവിലിനായിട്ട് ഞാൻ വീണ്ടും 3 മാസം ജോലി കയറി. അങ്ങനെ ഞങ്ങൾ സന്തോഷമായി ജീവിച്ചവരുമായി വളരെ സന്തോഷമായി ജീവിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ ഭാര്യയ്ക്കൊരു വയറ്റുവേദന ഉണ്ടായി. വയറ്റുവേദന അതികഠിനമായി പോയി. അനേക ഡോക്ടർമാര് മാസങ്ങളോളം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി. കാരണം എൻ്റെ ഭാര്യ നേഴ്സാണ്, എല്ലാ ഡോക്ടർമാരെ അറിയാം, വിദഗ്ധന്മാരായ എല്ലാ ഡോക്ടർമാരെയും കാണിച്ചു. ആർക്കും രോഗം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അവസാനം പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഒരു തീരുമാനത്തിലെത്തി. ഓപ്പറേഷന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. ഹോസ്പിറ്റലിൽ പോകുന്നതിന് അഡ്മിറ്റ് ആകുന്ന മുമ്പേ 2 ദൈവദാസന്മാർ 2 പേര് വീട്ടിൽ വന്നു. ഞാൻ അറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. അവർ പരിചയപ്പെടുത്തി. അതിലൊന്ന് ഒരു ചർച്ചിന്റെ പാസ്റ്റർ, ഒന്ന് ആ ചർച്ചിന്റെ വിശ്വാസി. ആ ദൈവദാസൻ പെട്ടെന്ന് പറഞ്ഞു, സഹോദരിക്ക് സുഖമില്ലെന്ന് ചോദിച്ചു. സഹോദരിക്ക് വയറ്റിൽ അസുഖമാണോ, ഓപ്പറേഷൻ തയ്യാറായിരിക്കില്ലേ എന്നില്ല. ഇങ്ങനെ അദ്ദേഹം ചില കാര്യങ്ങൾ ചോദിച്ചു. ആശ്ചര്യപ്പെട്ടു. ഞങ്ങൾ 2 പേർക്കും അത്ഭുതമായി പോയി. ചോദിച്ചു, എങ്ങനെ അറിഞ്ഞു ചോദിച്ചപ്പോൾ ദൈവാത്മാവ് ഞങ്ങളോട് പറഞ്ഞാന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെ ഒന്ന് ചോദിച്ചപ്പോൾ ദൈവാത്മാവ് ഞങ്ങളോട് പറഞ്ഞു, ഇന്നടത്ത് അഡ്രസ് അവർ താമസിക്കുന്നത് പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വന്നു, വീട്ടിൽ കുറച്ച് നേരം സംസാരിച്ചു. എൻ്റെ ഭാര്യയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഭാര്യ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, പാസ്റ്റർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പാസ്റ്റർ പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തു. അത് അവൾ ഏറ്റു പറഞ്ഞു. പ്രാർത്ഥിച്ചു. ചായ കുടിച്ചിട്ട് അവർ മടങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ 2 ദിവസം കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റോണ്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഒട്ടും വേദനയില്ലെന്ന് പറഞ്ഞു, എൻ്റെ വേദനയെല്ലാം മാറിപ്പോയെന്ന് പറഞ്ഞു. ആ പാസ്റ്റർ പ്രാർത്ഥിച്ച മുതലേ എനിക്ക് വേദനയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് സ്വല്പ വേദന എനിക്കറിയാമല്ലോ, പണ്ടത്തെ വേദനയൊക്കെ ഓർമ്മയുണ്ട്. ഞാനും പറഞ്ഞു, ശരി, അങ്ങനെയെങ്കിൽ നല്ലതാ, ഹോസ്പിറ്റലിൽ പോകേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ ഞായറാഴ്ച അദ്ദേഹം പോകുന്നിടത്ത് അഡ്രസ്സ് എന്ന് വെച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് ഇന്നൊരു കൂട്ടായ്മയുണ്ട്, ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് വരാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന്
ഞങ്ങൾ താമസിച്ചിരുന്നത് 21 കിലോമീറ്റർ ദൂരെയാണത്. ഞാൻ ഞായറാഴ്ച എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഞാൻ ഓർക്കുമ്പോൾ ഭാര്യ നമുക്ക് അവരുടെ അവരുടെ അവിടെ മീറ്റിംഗ് പോകാമെന്ന് പറഞ്ഞു. പോയി. ഞങ്ങൾ മോനെ സൈക്കിളിനെ ഫ്രണ്ടിൽ ഇരുത്തി, ഭാര്യയെ സൈക്കിളിൻ്റെ പുറകിലിരുത്തി 23 കിലോമീറ്റർ ചവിട്ടി ഞങ്ങൾ അവിടെ പോയി. ഞായറാഴ്ച എല്ലാവരും സാക്ഷ്യം പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ, ഞാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ, ആരും പറയാതെ എൻ്റെ ഭാര്യ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു. ഞാൻ ഇന്ന് പോലെ കർത്താവിന് വേണ്ടി ജീവിക്കുന്നു, എന്നെ പോലെയായിരുന്നു ദൈവം എന്നെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞ് കർത്താവിനോട് ജീവിക്കുക. അത് അവിടെ രക്ഷയുടെ അനുഭവമായിരുന്നു. അങ്ങനെ 76 ഒക്ടോബർ 4 എനിക്ക് ഓർമ്മ ശരിയായിട്ടില്ല, ഒക്ടോബർ എന്ന് തോന്നുന്നു, എൻ്റെ ഭാര്യ സ്നാനപ്പെടുന്നു. അതേ സമയം തന്നെ എൻ്റെ മകൻ്റെ ഡെഡിക്കേഷൻ നടക്കുന്നു. മകനെ ഞാനൊന്നും പള്ളിയിൽ കൊണ്ടുപോയിട്ടില്ല, മാമോദിസ കൊടുത്തിട്ടില്ല, ആരെ കൊണ്ട് പ്രാർത്ഥിച്ചിട്ടില്ല. എന്നാൽ അന്നാണ് എൻ്റെ മകൻ്റെ ഡെഡിക്കേഷൻ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സന്തോഷമായി ചില നാൾ കഴിഞ്ഞു. അവസാനം പാസ്റ്ററിനോട് പറഞ്ഞു, നിങ്ങൾക്ക് വിരോധമില്ലെന്നുണ്ടെങ്കിൽ ഞാൻ താമസിക്കുന്ന കെട്ടിടത്തിൽ വന്ന് അവിടെ ഒരു മുറിയും ഒരു കിച്ചണും വെറുതെ കിടപ്പുണ്ട്, അതെടുക്കാം, ഇത്രയും ദൂരം സൈക്കിൾ ചവിട്ട് വരണ്ടായെന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. പെട്ടെന്ന് ഞങ്ങൾ അവിടേക്ക് ഷിഫ്റ്റായി. ഒരു മുറി, ഒരു കിച്ചൺ. ഒരു മുറിയിൽ നടുവിലുള്ള മുറിയിൽ പാസ്റ്റർ താമസിക്കുന്നു, വേറൊരു മുറി ആരാധനയ്ക്ക് വേണ്ടി. അങ്ങനെ കഴിഞ്ഞു വരവേ വളരെ സന്തോഷമാണ് ഞങ്ങൾ കഴിഞ്ഞു വരികയാണ്. ഞാൻ എല്ലാ ദിവസവും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ ഉടനെ സുവിശേഷമായിട്ട് ഇറങ്ങിപ്പോവും. ട്രാക്റ്റ് കൊടുക്കാനും പലയിടങ്ങളിൽ വിസിറ്റിനും. ദൈവകൃപയാൽ പലരും രക്ഷിക്കപ്പെടുവാനും, രക്ഷിക്കപ്പെട്ട് സ്നാനം വരെയുള്ള ക്ലാസ് അവർ കൊടുത്തതിന് ശേഷം അവർ സ്നാനപ്പെടുവാൻ തീരുമാനിക്കുമ്പോൾ പാസ്റ്ററോട് പറയും, ഇവർ വരുന്നുണ്ട്, ഇന്ന ആൾക്കാർ വരുന്നു, ഇത്ര പേര് വരും, അവരെ സ്നാനപ്പെടുത്തണം എന്ന് പറഞ്ഞ് ഒരു നല്ല സുവിശേഷന്റെ പേര് ചെയ്യാൻ ദൈവം ഇടയാക്കി. അങ്ങനെ ഇരിക്കുകയാണ് 1977 ലാസ്റ്റ് സമയത്ത് ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത 2 മലയാളികൾ അതിലെ പോകുന്നു, ഞങ്ങളുടെ വീടിൻ്റെ വാതിൽ കൂടെ പോകുന്നു. ഞാൻ അവരെ പരിചയപ്പെട്ടു. അവര് തൃശ്ശൂർക്കാരാണ്. തൃശ്ശൂരിന്ന് സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ വടക്കേണ്ടിയിലേക്ക് വന്നതാണ്. ഭാഷയൊന്നും അറിയത്തില്ല, മലയാളം മാത്രം അറിയാവുള്ളൂ. അവരെ ഞാൻ പറഞ്ഞു, വാ വീട്ടിലോട്ട് കയറിയിരിക്കുക എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ഇരുത്തി. ഞങ്ങളുടെ പാസ്റ്ററെ കൊണ്ട് അവരെ പരിചയപ്പെടുത്തി. ഞാനും പരിചയപ്പെട്ടു. അവർ പറഞ്ഞു, എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ താമസിച്ചോ? ഞാൻ പറഞ്ഞു, താമസിച്ചു എന്ന് ഒരു വിരോധമില്ല. അവിടെ താമസിച്ചു. രാത്രിയിൽ അന്ന് മീറ്റിംഗ് ഞങ്ങൾക്കുണ്ട്. 7 മുതൽ 8 വരെ മീറ്റിംഗ് ഉണ്ട്. ഞങ്ങൾ 8-10 പേര് എന്നും മീറ്റിങ്ങിലിരിക്കും. അന്നും ഇതുപോലെ മീറ്റിംഗ് നടന്നു. വന്ന പാസ്റ്റർമാരെ പരിചയപ്പെടുത്തി, വന്ന പാസ്റ്ററേയും സഹോദരനെയും പരിചയപ്പെടുത്തി. പാസ്റ്റർ CM ജോയി, ഇന്ന് പാസ്റ്റർ CM ജോയി അരമണിക്കൂർ നമ്മളോട് സംസാരിക്കുമെന്ന് പറഞ്ഞു. 8 മണിയായപ്പോൾ അദ്ദേഹം സമയം കൊടുത്തു. അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. സ്വയമായി ആർന്നും എന്തെന്നും പരിചയപ്പെടുത്തി. അല്പം കണ്ടതാകും പറഞ്ഞ് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എല്ലാവരും കണ്ണടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ഒറ്റ പ്രാർത്ഥന 9 മണി വരെ നീണ്ടു. അദ്ദേഹം എല്ലാവരെയും കുറിച്ച് അവിടെ ഇരുന്ന് വന്ന 10-12 പേരുടെ എല്ലാവരും കുറിച്ച് പ്രവചിക്കാൻ തുടങ്ങി. അവസാനം എന്നോടും പറഞ്ഞു, മകനെ, നീ ഇവിടെ സ്ഥിരമല്ല, 4 മാസത്തിനകത്ത് ഞാൻ ഇവിടുന്ന് വീണ്ടും വടക്കേട്ടേക്ക് അയക്കുമെന്ന് പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു.
കാരണം സിവിലിയൻസിന് ട്രാൻസ്ഫർ ഇല്ല. അവരവിടെ നിന്നാൽ അവിടെ തന്നെ നിൽക്കാം. പിന്നെ എനിക്കെങ്ങനെ ട്രാൻസ്ഫർ ആവുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പറയട്ടെ, അദ്ദേഹം പ്രാർത്ഥിച്ചു. പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു, ശുശ്രൂഷ കഴിഞ്ഞു. കിടക്കുന്ന മുന്നേ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചു. വിശദമായിട്ട് എല്ലാ വിവരങ്ങളും അദ്ദേഹം പറഞ്ഞു. പോകേണ്ടിയ മാസം വരെയും പോകേണ്ടിയ ദിവസം വരെയും ഞാൻ അവിടെ ചെന്ന് എന്ത് ചെയ്യണം, 1 മാസം ജോലി ചെയ്ത് ജോലിക്ക് വേണ്ടി പോകും, 1 മാസം നിൽക്കും, നീ ജൂലൈയിൽ നീ ജോലി വിട്ട് എൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഞാൻ പറയട്ടെ, ജോലി അദ്ദേഹം പറഞ്ഞ ആ ഡേറ്റ് തന്നെ അസംഭവം എന്ന് പറയട്ടെ, എൻ്റെ ട്രാൻസ്ഫർ വന്നു. 3 or 4 സ്റ്റേഷൻ വർക്ക്ഷോപ്പ്, പട്ടാൻകോട്ട്, പഞ്ചാബ് പട്ടാൻകോട്ട്. ഞാൻ പോയി. മോനെ ആ സമയത്ത് മോനെ പഠിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ വിഷമം ഉണ്ടായി. മോനെ നാട്ടിൽ ഒരു കോൺവെന്റ് സ്കൂളിലാക്കി. ഭാര്യയെ ഹോസ്പിറ്റലിലെ അവരുടെ ഹോസ്റ്റലിലാക്കി. ഞാൻ പട്ടാൻകോട്ടേക്ക് പോയി. അവിടെ ചെന്ന് 1 മാസം ഞാൻ നല്ലോണം ജോലി ചെയ്തു. ഒത്തിരി കഷ്ടപ്പെട്ടുവെങ്കിലും കഴിക്കാൻ ആഹാരമില്ല, ഒരു ചായ ഉണ്ടാക്കാനുള്ള പാത്രമില്ല, സ്റ്റൗ ഇല്ല. ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ വെളിയിൽ നിന്ന് ചായ കുടിക്കും. വൈകിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ബ്രെഡ് വാങ്ങിച്ചു വരും. അത് വെള്ളത്തിൽ മുക്കി രാവിലെ വൈകിട്ടും കഴിക്കും. അങ്ങനെ 1 മാസത്തോളം ഞാൻ കഴിഞ്ഞു. 1 മാസം എനിക്ക് അതിനിടയ്ക്ക് എല്ലാറ്റിനും എനിക്ക് വിഷമം തോന്നുന്നത്, എനിക്കൊരു സ്പിരിച്വൽ ആത്മീയ കൂട്ടായ്മ എനിക്കില്ലാവുന്നു. ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ പാസ്റ്റർ പി.ജി. വർഗീസിൻ്റെ ഒരു അഡ്രസ്, അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തെ അഡ്രസ് കാണിച്ച് ഒരു മാസികയും കിട്ടി. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി. അദ്ദേഹവുമായി സംസാരിച്ചു. ഞാൻ ഇന്ന പോലെയാണ്, എനിക്കൊരു ആത്മീയ കൈത്താങ്ങൽ തരണം, കൂട്ടായ്മ തരണം. അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിച്ചു. അതിന് മുന്നമേ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, IPCയിൽ ഒരു കൂട്ടായ്മ ഉണ്ട്, ജേക്കബ് ജോൺ എന്ന് പറഞ്ഞു, പാസ്റ്റർ ജേക്കബ് ജോണാണ്, അവരോട് പോയിക്കോ, ഇവിടെ അടുത്താണെന്ന് പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞു, ഞാൻ ചിരിച്ചുകൊണ്ട് ഞാൻ വെളിയിൽ ഇറങ്ങി. അന്ന് മുതലേ ഞാൻ പാസ്റ്റർ പി.ജി. വർഗീസിന്റെ കൂട്ടായ്മയിൽ വന്നു. നല്ല സന്തോഷം. കുറച്ച് പേരേ ഉള്ളൂ, 5-8 പേരേ ഉള്ളൂ. വളരെ സന്തോഷം. അങ്ങനെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ജോലി രാജിവെച്ചാൽ വിട്ടു. ജോലി വിട്ട് പെട്ടെന്ന് ജൂലൈ 1-ാം തീയതി ഞാൻ ജോലി രാജിവെച്ചു. ഓഫീസിൽ നിന്ന് ഇറങ്ങി പോരുമ്പോൾ എൻ്റെ നെഞ്ച് ഇടിക്കാൻ തുടങ്ങി, എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, നിന്റെ വാക്കിനാണ് ഞാൻ വല ഇറക്കി, നിന്റെ വാക്കിനാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടു. നാളെ ഞാൻ എവിടെ താമസിക്കും? ആരുടെ കൂടെ ചേരും? എൻ്റെ മകനെ ആര് പഠിപ്പിക്കും? എൻ്റെ ഭാര്യയ്ക്ക് ആര് ചിലവ് കൊടുക്കും? ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം എൻ്റെ മേലുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത്? തിരിച്ചു പോകണമോ അതോ മുന്നോട്ട് വെച്ച കഥ മുന്നോട്ട് വെക്കണമോ എന്ന് ദൈവം സ്പഷ്ടമായി സംസാരിച്ചു. ഇതൊക്കെയും നീ പറഞ്ഞതൊക്കെയും ആവശ്യമെന്ന് ഞാൻ അറിയുന്നു. മുന്നമേ എൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, ഇതൊക്കെ ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. കർത്താവിൻ്റെ വാക്കിനാൽ ഞാൻ ബലപ്പെട്ടു. ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് PG കൊണ്ട് കാണിച്ചു. PG എന്നോട് പറഞ്ഞു,
സഹോദരന് പിണക്കമില്ലെങ്കിൽ, ഇഷ്ടമെങ്കിൽ ഇവിടെ ബൈബിൾ സ്കൂൾ പിള്ളേർ പഠിക്കുന്നുണ്ട്, അവരുടെ കൂടെ ചേർന്ന് ബൈബിൾ സ്കൂളിൽ പഠിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വലിയ ഇഷ്ടമാണ്, ഞാൻ വരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം 3-ാം തീയതി രാവിലെ ഫീൽഡിൻ്റെ അടുത്ത് ഒരു ചെറിയ തകരപ്പെട്ടിയും, അതിന്നും കൊണ്ട് എൻ്റെ കേട്ടോ, ഒരു തകരപ്പെട്ടിയും ഞാനും അടിച്ചെന്നു. ഞാൻ പെട്ടി അവിടെ വെച്ച് മുറി കാലി ചെയ്തു, പെട്ടി അവിടെ വെച്ചു. സഹോദരന്മാരോട് 4 സഹോദരന്മാരോ 4 സഹോദരന്മാർ, അന്ന് 4 സഹോദരന്മാർ പഠിക്കുന്നുണ്ട്, അവരുടെ കൂടെ ഞാനും ഇരുന്നു. 2 മാസം കഴിഞ്ഞു. 2 മാസം, ജൂലൈ, ഓഗസ്റ്റ് ലാസ്റ്റിലെ പി ജി പോലീസിനോട് പറഞ്ഞു, ബ്രദറെ, നമ്മുടെ ആദ്യത്തെ സഭയാണ് കട്ടർ സഭ, ജമ്മു കാശ്മീരിലെ കട്ടർ സഭ. നല്ല വിശ്വാസികളാണ്, 100 വിശ്വാസികളുള്ളതാണ്, നല്ല ദശാംശം കിട്ടും. അത് അവിടുത്തെ പാസ്റ്റർ അവധിക്ക് പോകുന്നു, അപ്പോൾ 1 മാസത്തേക്കിന് പറഞ്ഞ് അങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചു. ഞാൻ പറയും പോകാം, കാരണം സഭ സൃഷ്ടി ചെയ്ത പരിചയം കാൺപൂർ വെച്ചിരിക്കുന്നുണ്ട്. ഞാൻ ഏതാണ്ട് 2-2.5 മാസം ഒരു സഭ നടത്തിക്കൊണ്ട് പോയതാണ്. ഞാൻ പറയും ഞാൻ പോകാം. അങ്ങനെ സെപ്റ്റംബർ 9-ാം തീയതി ഞാൻ പോകാൻ നേരത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചു, എന്നെ അനുഗ്രഹിച്ചു. അവസാനം എന്നോട് പറഞ്ഞു, ബ്രദറെ, കട്ടർ വരെ പോകാനുള്ള വണ്ടിക്കൂലി തരാൻ എൻ്റെ കയ്യിലില്ല, എൻ്റെ പൈസ ഒന്നുമില്ല, എങ്ങനെ പോകും ചോദിച്ചു. ഞാൻ പറയും പൈസ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പൊയ്ക്കോളാം, വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ 20 രൂപയും ഒരു തകരപ്പെട്ടിയുമായിട്ട് ഞാൻ കട്ടറയിലേക്ക് യാത്രയായി. 9-ാം തീയതി 7 രൂപയുടെ ടിക്കറ്റ് എടുത്തു. 2 രൂപയ്ക്ക് വഴിക്ക് ചായയും കുടിച്ചു, ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ബാക്കി 9 രൂപ. ഞാൻ കട്ടറയിൽ ചെന്ന് ഇറങ്ങുമ്പോൾ ഒരു തകരപ്പെട്ടിയും 9 രൂപയുണ്ട്. അദ്ദേഹം പറഞ്ഞ വഴി പറഞ്ഞു തന്നു, എഴുതി തന്നു. അതിന് പ്രകാരം ഞാൻ തകരപ്പെട്ടിയും തലയിൽ വെച്ച് ചുമന്നുകൊണ്ട് ഏതാണ്ട് 1 കിലോമീറ്ററോളം ദൂരെ, ബസ് സ്റ്റാൻഡിൽ 1 കിലോമീറ്റർ ദൂരത്തോളം നടന്നു എന്ന് അന്ന് പാസ് താമസിച്ചിരുന്ന സ്ഥലം കണ്ടുപിടിച്ചു. ചെന്നു, അദ്ദേഹവുമായി താമസിച്ചു. അവിടെ ചെന്നുകൊണ്ട് അദ്ദേഹം നല്ല ആഹാരം, അദ്ദേഹത്തിൻ്റെ ഭാര്യ നല്ല ആഹാരമൊക്കെ തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നാളെ ഞങ്ങൾക്ക് പോകണം, നാട്ടിൽ പോകണം, അവധിക്ക് പോവാണ്, അതുകൊണ്ട് വാ, നമുക്ക് ചില വീടുകളൊക്കെ പരിചയപ്പെടാം, വിസിറ്റിങ്ങിന് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറയും പോകാം. പക്ഷെ അദ്ദേഹം ഒരു കാര്യമോട് പറഞ്ഞു, പറഞ്ഞ ഒരു കാര്യം ചെയ്യണം, ഇവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും തന്നാൽ, ചായയോ എന്തെങ്കിലും തന്നാൽ അത് കഴിക്കാതിരിക്കരുത്, വേണ്ട എന്ന് പറയരുത്, എന്ത് കിട്ടിയാലും കഴിച്ചോണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിസിറ്റ് പോയി 1 മണിക്കൂർ വിസിറ്റ് ചെയ്തു. ചില വീടുകൾക്ക് വിസിറ്റ് ചെയ്തു. ചെന്നിടത്തുനിന്നെല്ലാം ഇത്രയും വലിപ്പമുള്ള ചായ, ക്ലാസ്സിനകത്ത് ഓരോ ഗ്ലാസ് ചായ കിട്ടി. 1 മണിക്കൂറിന് 9 ഗ്ലാസ് ചായ കുടിച്ചു. ആകപ്പാടെ വിഷമത്തിനായി തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഞാൻ ശ്രദ്ധിച്ചു, തലയ്ക്ക് ഒരു മന്ദത പോലെ. ഏതായാലും അന്ന് രാത്രി പിന്നെയും മീറ്റിങ്ങിന് പോയി. സഭക്കാരെല്ലാം മീറ്റിങ്ങിന് വന്നു. അന്ന് അവിടെ ചർച്ച ഒന്നുമില്ല, വീടുകളിലാണ് മീറ്റിംഗ് നടക്കുന്നത്. മീറ്റിംഗ് കഴിഞ്ഞു. മീറ്റിങ്ങിന് പാസ്റ്റർ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അറിയിച്ചു, നാളെ മുതൽ ഞാനിവിടെ കാണുകയില്ല, ഞാൻ നാട്ടിൽ പോവുകയാണ്. ഇദ്ദേഹം പാസ്റ്റർ വർഗീസ് നിങ്ങളുടെ പാസ്സായിട്ടിരിക്കും, പാസ്സായിട്ട് 1 മാസം കഴിഞ്ഞ് ഞാൻ മടങ്ങി വരുമെന്ന് പറഞ്ഞു. സന്തോഷം. എനിക്ക് ഹിന്ദി ഞാൻ അന്ന് വരെ പ്രസംഗിച്ചിട്ടില്ല. പിറ്റേ ദിവസം പോലെ ആരും എൻ്റെ കൂടെയില്ല, ഒരു മലയാളി എൻ്റെ കൂടെയില്ല സഹായത്തിന് പറഞ്ഞുതരാൻ. ഏതായാലും പിറ്റേ ദിവസം ഞാൻ മീറ്റിങ്ങിന് പോയി. ഇന്ന് ഞാൻ ഓർക്കും, റോമാലേഖനം 8-ാം അധ്യായത്തിന് 1-ാം വാക്യം എടുത്ത് വായിച്ചു, ഇപ്പോൾ ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല.
വായിച്ച് അതിൽ കൂടി ഞാൻ നല്ലവണ്ണം ഇന്ത്യയിൽ പ്രസംഗിച്ചു. ഇന്ന് ഞാൻ നല്ല ഇതിൽ പ്രസംഗിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അന്ന് മുതൽ 6 വർഷം ഞാൻ കട്ടറ സഭയിൽ ശുശ്രൂഷകനായിരുന്നു. നാട്ടിൽ പോയ പാസ്റ്റർ എഴുതി, ഞാൻ ഇനി കട്ടറിലേക്ക് വരുന്നില്ല, ഞാൻ പഞ്ചാബിൽ ശുശ്രൂഷയ്ക്ക് പോകാൻ പറയാം. അദ്ദേഹം പഞ്ചാബിലേക്ക് ശുശ്രൂഷയ്ക്ക് പോയി. ഞാൻ കട്ടറിൽ നിന്നു. 6 വർഷത്തിനകം 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. 6 വർഷത്തിനകം പല സമയങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിലേക്ക് പാസ്റ്റർ പി ജി വർഗീസ് പോയി പ്രവർത്തിച്ച് അനേക ദൈവമക്കൾ അവിടെ ഉണ്ട്, അനേക ഭവനങ്ങളുണ്ട്. 16 പർവ്വതങ്ങളിൽ സഭകളുണ്ട്. അതെല്ലാം ഞാനും വിസിറ്റ് ചെയ്യാൻ തുടങ്ങി. മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും പർവ്വതത്തിൽ പോകും, ഇല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കൽ പർവ്വതത്തിൽ പോകും. അങ്ങനെ ഇരിക്കെ പർവ്വതം എന്ന് പറയുന്നയാൽ ബസ്സില്ല, വണ്ടികളൊന്നുമില്ല, ഒരു കാളവണ്ടി പോലും ഇല്ല, നടപ്പാത പോലും ഇല്ല. നമ്മൾ വേണം വഴി ഉണ്ടാക്കി പോകാൻ. കുറ്റിക്കാടുകളാണ്, ഭയങ്കര മലകളാണ്. പോകുമ്പോൾ എല്ലാ സാധനങ്ങളും കൊണ്ടുപോകണം. അങ്ങനെ അവിടെ 6 വർഷം ഞാൻ കട്ടറയിൽ കർത്താവിന് സേവ ചെയ്തു. ഒരിക്കലേ കട്ടറയിൽ വെച്ച് എൻ്റെ ഭവനത്തിൽ ഞങ്ങൾക്ക് ആഹാരമില്ലാതെ ഒത്തിരി ഭാരപ്പെട്ടു. ഞങ്ങൾ പറഞ്ഞു, വിസിറ്റിന് പോകാം. വിസിറ്റിന് പോയിട്ട് വന്നാലേ, എവിടെയെങ്കിലും വിസിറ്റിന് പോയിട്ട് വരുമ്പോൾ എപ്പം പോയാലും 8-10 രൂപ ഞങ്ങൾക്ക് അവർ സ്വതന്ത്രമായിട്ട് തരും. എന്നാൽ അന്ന് അത് കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ ഞാനും എൻ്റെ മോനും എൻ്റെ ഭാര്യയും കൂടെ വിസിറ്റിന് പോയിട്ട് ദൈവകൃപയാൽ ഒരു പൈസ പോലും ആരിൽ നിന്നും കിട്ടിയില്ല. പോയതുപോലെ തിരിച്ചു പോകുന്നു. പോയ സന്തോഷത്തിലാണ് തിരിച്ചു പോകുന്നത്. അല്പം നിരാശ ഉണ്ടായിരുന്നു. ഭാര്യ എന്നോട് ചോദിച്ചു, എങ്ങനെയാ വീട്ടിൽ ചെല്ലുന്നത്? ഞാൻ പറയാം, യഹോവയീരെ. അതിന് ബുദ്ധിമുട്ടൊന്നും പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ലേ, യഹോവയീരെ ദൈവം കരുതിക്കൊള്ളുന്നു പറഞ്ഞു. ഞാൻ എന്നെ പറഞ്ഞാലും എനിക്ക് പറയാനുള്ള ഒന്ന് യഹോവയീരെ. അങ്ങനെ തിരിച്ചു വരുമ്പോഴേ ഞങ്ങൾ താമസിക്കുന്ന അവിടുത്തെ വാതിൽ തുറന്നു, ഗേറ്റ് തുറന്നുകൊണ്ടേ ഒരു സ്ത്രീ പുറകെ ഓടി വന്ന് അവിടെ തലയിൽ വെള്ളത്തുണിക്കകത്ത് കെട്ടിയ ഒരു കെട്ടുമുണ്ട്. അവരോട് പറഞ്ഞു, നില്ല്, ഞാനിവിടെ അകത്ത് തുറന്നു പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് ആർക്കും അറിയത്തുമില്ല, അവരെന്നെയും കണ്ടിട്ടില്ല. ഞാൻ അകത്ത് ചെന്നു, ഞാൻ തുറന്നു, അവരകത്ത് വന്നു. ഞാൻ മുറി തുറക്കാൻ നേരത്ത് അവർ പറഞ്ഞു, പെട്ടെന്ന് മുറി തുറക്ക്. അവരുടെ മുഖത്ത് ഭയങ്കര ഭയം കാണുന്നുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് മുറി തുറന്നു. എന്നേക്കാൾ തലയ്ക്കൽ അവർ മുറിക്കകത്തുള്ളി എന്നോട് അവർ കഥ അടയ്ക്കാൻ പറഞ്ഞു. ഞാൻ പേടിച്ചു പോയി. എങ്കിലും ധൈര്യത്തോട് കഥ അടച്ചു. എൻ്റെ ഭാര്യ അകത്ത് കയറി. ഞങ്ങൾ കഥ അടച്ചോണ്ട് ആ തുണിക്കെട്ടഴിച്ച് ഒരു വീട്ടിൽ എന്തെല്ലാം സാധനത്തിൻ്റെ ആവശ്യമുണ്ടോ, ഉപ്പിൽ തൊട്ട് നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ ഉപ്പിൽ തൊട്ട് കർപ്പൂരം വരെ, മണ്ണെണ്ണ മാത്രം ഇല്ലായിരുന്നു, ബാക്കി എല്ലാം ഉണ്ട്. ഒത്തിരി ഇല്ല, ചിരിച്ച് കുറേശ്ശെ എല്ലാം നിരത്തി. ഞാൻ ചോദിച്ചു, എന്തുവാന്ന് ചോദിച്ചു. നീ ആരാന്ന് ചോദിച്ചു. പരിചയപ്പെട്ടു. അവര് ബ്രാഹ്മണ സ്ത്രീയാണ്. കാരണം അവർ പേടിക്കാൻ കാരണം, ആരെങ്കിലും അവരെ കണ്ടാൽ അവരെ വീട്ടിൽ നിറക്കി വിടും. കാരണം ഞങ്ങളെ തോട്ടികളായിട്ടാണ് കട്ടറ വിശ്വാസികളുടെ ജോലി അതായിരുന്നു. കക്കൂസുകാർക്കായിരുന്നു അവരുടെ ജോലി. അതുകൊണ്ട്
അവരും തോട്ടിലായാലും ഞങ്ങളും തോട്ടിലെന്ന് വിചാരിക്കും. ആ തോട്ടിയുടെ വീട്ടിൽ പോയതുകൊണ്ട് എന്നെ ഇറക്കി വിടുന്നു പറയും. ഞാൻ പറയട്ടെ പാസ്റ്റർ, എല്ലാം ഞങ്ങൾക്ക് ഒരു ദിവസത്തിനുള്ള എല്ലാ മുഴുവൻ സാധനങ്ങളും. ഞാൻ ചോദിച്ചത് ആര് പറഞ്ഞ കൊണ്ടുവന്നത്, ആരാ എന്നോട് പറഞ്ഞത്? എന്നോട് ആരും പറഞ്ഞില്ല. പിന്നെ എനിക്ക് എങ്ങനെ തോന്നി ചോദിച്ചാൽ പറഞ്ഞു, കഴിഞ്ഞ രാത്രിയിൽ ആരോ ഒരാള് ഒരു വലിയ കുപ്പായം വിട്ട് എൻ്റെ അടുത്ത് വന്നു. ആ ആള് നിന്റെ കയ്യും പിടിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു. എന്നോട് പറഞ്ഞു, ഇത് എൻ്റെ ദാസനാണ്, പേടിക്കാതെ നിന്റെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം കുറേശ്ശെ അവൻ കൊടുക്കുക. അവന് ആഹാരമില്ല, അവന് കുടുംബത്തിന് ആഹാരമില്ലാതെ വിഷമിക്കുകയാണ്, കൊടുക്കാൻ പറഞ്ഞു. ദൈവനാമത്തിന് വേണ്ടി ഞാൻ പറയട്ടെ, ഒരു ദിവസം കഴിക്കാനുള്ള എല്ലാ ആഹാര സാധനങ്ങളും ഞാൻ കിട്ടി. അന്ന് രാത്രിയില് വീണ്ടും മീറ്റിംഗ് പോകുമ്പോൾ ഒരു സഹോദരി കൂടെ ദൈവാത്മാവ് സംസാരിച്ചു. എൻ്റെ ദാസന്റെ ഭവനത്തിൽ ആഹാരങ്ങളില്ല. ആഹാരത്തിന് എൻ്റെ ദാസനും ദാസിയും ബുദ്ധിമുട്ടുന്നു. നിങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കാൻ പറഞ്ഞു. പിറ്റേ 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വീട് നിറയെ എല്ലാ സാധനവുമായി. ആട്ടിയരി എന്ന് പറഞ്ഞ സകല സാധനം വീട് നിറയായി. ഞാൻ പലർക്കും കൊടുക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ കട്ടറയിൽ ഞങ്ങൾ ജീവിച്ചു. ഞങ്ങൾ പർവ്വതത്തിലുള്ള മീറ്റിങ്ങിന് പോയി. കട്ടറയിൽ നിന്ന് ജ്യോതിപ്പുറം വരെ ബസ്സിൽ പോവും. ജ്യോതിപ്പുറം 2 ദിവസം നടന്നു വേണം ആ പർവ്വതത്തിൽ ചെല്ലാൻ. അവിടെ മീറ്റിങ്ങിന് പോയി വെച്ച് ജൂൺ മാസമാണ്. എൻ്റെ കൂടെ വേറെ 4 സഹോദരന്മാരുടെ, ഞങ്ങൾ 5 പേരെ ഒരുമിച്ച് പോയി മീറ്റിങ്ങിന് കഴിഞ്ഞ് അവിടെ പോയി മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് 2 ദിവസം അവിടെ മീറ്റിംഗ് നടത്തി മടങ്ങി വരുന്ന സമയത്ത് ഞങ്ങളുടെ കുടിക്കാൻ വെള്ളമില്ല, ദാഹമുണ്ടായി. പല സ്ഥലങ്ങളിലും പല അരുവികളും തോടിലൊക്കെ നോക്കി, വെള്ളമില്ല, വെള്ളം കുടിക്കാനില്ല. അങ്ങനെ രാവിലെ മുതൽ വൈകിട്ട് 5 മണി വരെ വെള്ളം കിട്ടാതെ ഞങ്ങൾ നടന്നു. ദാഹിച്ചു വലഞ്ഞു. ഇനി ഒരു സ്റ്റെപ്പ് കൂടി പോകാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞ് ഞാൻ തളർന്നു പോയി. അങ്ങനെ വരുമ്പോൾ തൂബ് എന്ന് പറയുന്ന ഒരു പർവ്വതം, അവിടെ പാസ്റ്റർ പി വർഗീസ് കൊണ്ട് രക്ഷിക്കപ്പെട്ടതായ അലിബക്ഷ് എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ വീടുണ്ട്. ആ വീടിന് ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു. തൂബ് മലയുടെ താഴ്വരത്ത് ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ വെളിയിൽ ഒരു സഹോദരന് നിൽക്കുന്നുണ്ട്. അദ്ദേഹം ഞങ്ങളെ കണ്ടുകൊണ്ട് നമസ്തേ എന്ന് പറയാം. അദ്ദേഹം വിചാരിച്ച് ഞങ്ങൾ ഓഫീസേഴ്സൊക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. നമസ്തേ എന്ന് പറഞ്ഞു. ഞാൻ നമസ്തേ പറഞ്ഞു. ഞാൻ ചോദിച്ചു, സഹോദരാ ദാഹിക്കുന്നുണ്ട്, ഒരു ഗ്ലാസ് വെള്ളം തരാമോ എന്ന് ചോദിച്ചു. അയ്യോ എന്നാ തരാമെന്ന്, സാറ് തരാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു പെൺകുട്ടി, 8 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവളുടെ ഒരു മോളെ അവർക്ക് വെള്ളം കൊടുക്കാൻ പറഞ്ഞു. അവൾ പെട്ടെന്ന് ഒരു ഗ്ലാസ്, അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ ഗ്ലാസ്, ഒരു ഗ്ലാസ്, വലിയൊരു ഗ്ലാസ്സിനകത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ ഗ്ലാസ് വെള്ളം തന്നു. പക്ഷെ ഗ്ലാസ് നിറം കണ്ടാൽ വെള്ളം കുടിക്കാൻ തോന്നിയില്ല. ക്ലാവ് പിടിച്ച് എങ്ങാണ്ട് കിടന്ന ഗ്ലാസ്സാണ്, അറിയത്തില്ല. വെള്ളമെല്ലാം കുടിച്ച് ഞങ്ങളവിടെ ഒരു അല്പസമയം ഒരു കട്ടിൽ ഇരിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ സഹോദരൻ ചോദിച്ചു, വളരെ സ്നേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്, എന്തോ ഓഫീസിലാണെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ വന്നതാണ്, ഇന്ന സ്ഥലത്ത് മീറ്റിങ്ങിന് പോയതാണ്, മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന വഴിയാണെന്നെല്ലാം. അതുങ്ങൾക്ക് പുള്ളിയൊക്കെ ഞങ്ങൾക്ക് ദേഷ്യമായി. നിങ്ങൾ ക്രിസ്ത്യാനിയാണോ, ഈസായി ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറയാതെ ക്രിസ്ത്യൻ തന്നെയാണ്. എഴുന്നേടാ കട്ടിലെന്ന് പറയും. എന്നെ ചാടിച്ചു. ഞാൻ കട്ടിൽ എണ്ണീറ്റു. പറഞ്ഞു,
മോളെ ആ ക്ലാസ് എടുത്ത് വിളിക്കളാം, അമ്മമാർ തുടർന്ന ക്ലാസ് നമുക്ക് തുടങ്ങാൻ പാടില്ല, നമുക്ക് അശുദ്ധമായിരിക്കും, ഇനി അത് ശരിയാകുകയെന്ന് തൊട്ട്. ഞാൻ ചോദിച്ചു, സൗര വിളി കളയേണ്ടത് ആ ക്ലാസ് എനിക്ക് നേരെ. എന്നാൽ അതിന് വില ഞാൻ പറഞ്ഞു. ഞാൻ എത്ര രൂപ വാങ്ങിച്ചു? 30 രൂപ കൊടുത്ത് ഞാൻ ആ ക്ലാസ് വാങ്ങിച്ചു. ഇന്നും എൻ്റെ കയ്യിൽ ആ ക്ലാസ് ഇരിക്കും, എൻ്റെ വീട്ടിലെ ക്ലാസ് ഇരിക്കും. ഓർമ്മയ്ക്കാണ് വിരിക്കുകയാണ് കേട്ടോ, ക്ലാസ്സിൽ ഇരിപ്പുണ്ട്. അങ്ങനെ വന്നു. ഖട്ടറിൽ വന്നു. അങ്ങനെ ഇരിക്കും. ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിച്ചു, ഇവിടുന്ന് മാറണോ, ഇവിടുന്ന് കാൺപൂരിലേക്ക് പോകാൻ. 2 വർഷം ഞാൻ പ്രാർത്ഥിച്ചു. ദൈവാത്മ വ്യക്തമായിട്ട് ദർശനം വഴിയായി മറ്റനേകർ കൂടെ പറഞ്ഞു കാൺപൂരിൽ പോകാൻ. ഞാൻ കാൺപൂരിലേക്ക് പോകാനല്ല ഒരുങ്ങി. ഞങ്ങൾ 1984 മെയ് 4-ാം തീയതി കാൺപൂരിലേക്ക് യാത്രയായി. കാൺപൂരിൽ എനിക്ക് ആരെയും പരിചയമില്ല. പഴയ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചൂട് സമയം, വീടൊന്നും അന്വേഷിച്ചിട്ടില്ല. ദൈവം പറഞ്ഞ അനുസരിച്ച് അബ്രഹാമിനോട് പറഞ്ഞ പോലെ, ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് പോവുക എന്ന് പറഞ്ഞ പോലെ ഞാൻ നിനക്ക് വേണ്ടിയെല്ലാം ചെയ്യാം എന്ന് പറഞ്ഞു. ഞങ്ങൾ പോയി. 3 ദിവസം കാൺപൂർ ചെന്ന് 3 ദിവസം എൻ്റെ ലഗേജുകൾ സ്റ്റേഷനിൽ ക്ലോക്ക് റൂം വെച്ചിട്ട് ഞങ്ങൾ വീട് തപ്പാൻ ഇറങ്ങി. പല സ്ഥലങ്ങളിൽ വീട് തപ്പി. വീടുകളുണ്ട്, എന്നാലും ക്രിസ്ത്യാനി എന്ന പേരിൽ, ഒരു സുവിശേഷൻ എന്ന പേരിൽ ഒരു ഹിന്ദുക്കൾ പോലും വീട് തരുന്നില്ല. അവസാനം ഒരു സർദാറിൻ്റെ വീട്ടിൽ ഞാൻ ചെന്നു. വീട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ചോദിച്ചു, മുറിവെല്ലാം കാര്യമുണ്ടെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞില്ല, എൻ്റെ മുറിയിലെല്ലാം താമസമാണ്, ഇവിടെ ഇടയില്ല എന്ന് പറഞ്ഞു. അവസാനമായി ഞാൻ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തു, വീടിലെ വേണ്ട, പക്ഷെങ്കിൽ ഈ പേരയുടെ ചുവട്ടിൽ, ഒരു പേര എവിടെയുണ്ട്, ആ പേരയുടെ ചുവട്ടിൽ ഞങ്ങൾക്ക് വീട് കിട്ടുന്നവർ താമസിക്കാനുള്ള സൗകര്യം തരാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ വാതിലെ കക്കൂസാണ്, ഓപ്പൺ കക്കൂസാണ്, ഫ്ലഷ് ഫ്ലാറ്റൊന്നും അല്ല, ടിന്നി വെച്ച് എല്ലാവരും അതിനകത്താണ് പോകുന്നത്. അത് ലാട്രിനാണ്, അതിന് കഥകില്ല. ഇവിടെ താമസിക്കുന്ന വാടകക്കാരെല്ലാം, ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും അവിടെയാണ് പോകുന്നത്. നീ അവിടെ താമസിക്കാമെന്ന് ചോദിച്ചു. കിടക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കിടന്നോളാം, യാതൊരു വിരോധമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പൺ ലാറ്റിൻ്റെ വാതിക്കൽ, ആ പേരച്ചോട്ടിൽ ഞങ്ങൾ 23 ദിവസം, ഞാനും എൻ്റെ മോനും എൻ്റെ ഭാര്യയും, ഞങ്ങൾ 3 പേരുടെ അവിടെ താമസിച്ചു. ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, നീയാണോ ഞങ്ങളെ ഇവിടെ അയച്ചത്? സാരമില്ല, താമസിച്ചോളാം, ഏതെങ്കിലും കിടക്കാരെ ഇട കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് 150 രൂപയ്ക്ക് ഒരു വിധവയുടെ വീട്, ഒരു റൂം ഞങ്ങൾക്ക് തന്നു. അവിടെ താമസിച്ചിരിക്കുമ്പോൾ ഒന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയം, വാടക കൊടുക്കുവാൻ പൈസയില്ലാതെ ഇരിക്കുന്ന സമയം, ആരും സഹായിക്കാനില്ലാതിരിക്കുന്ന സമയം, ഞങ്ങൾ പോയി. ആ സ്ത്രീ വന്ന് എന്നോട് പറഞ്ഞു, അങ്കിളെ, എനിക്ക് വാടക വേണം. ഞാൻ പറഞ്ഞു, ഇന്ന് വൈകിട്ട് എനിക്ക് വാടക തരാമെന്ന് പറഞ്ഞു. എൻ്റെ ഒറ്റ പൈസയില്ല, ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഒരാളോട്, ഒരു സുവിശേഷകനോട് അല്പം പൈസ കടം വാങ്ങിക്കാം, എവിടെന്തെങ്കിലും പൈസ കിട്ടുമ്പോൾ അതൊന്ന് കൊടുക്കാം എന്ന് വിചാരിച്ചു. ആ സുവിശേഷനെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ദൈവാത്മാവിനോട് എന്നോട് സംസാരിച്ചു. നീയാണോ പറഞ്ഞത് ഞാൻ കടം വാങ്ങിക്കില്ല എന്ന്? നീയാണോ സത്യപ്രതിജ്ഞ ചെയ്ത് ഞാൻ കടം വാങ്ങിക്കില്ല എന്ന്? ഞാൻ പറഞ്ഞു, അന്നേരം പറഞ്ഞു,
തിരിച്ചുപോയി. ഞാൻ അദ്ദേഹത്തെ കാണുകയോ പണം വാങ്ങിക്കുകയോ ചെയ്യാതെ തിരികെ ഞാൻ റൂമിൽ ചെന്നു. ചെന്നുകൊണ്ട് ആ സഹോദരി വന്നിട്ട്, അങ്കിള് പോസ്റ്റ്മാൻ നിന്നെ തിരക്ക് വന്നു, ഇന്ന് 3 മണിയാകുമ്പോൾ പോസ്റ്റ് ഓഫീസിൽ അടുത്ത പോസ്റ്റ് ഓഫീസ് ഉണ്ട്. ഞാൻ ഒത്തിരി സന്തോഷിച്ചു. 3 മണിയായപ്പോൾ അകത്ത് ചെന്നു, പോസ്റ്റ് ഓഫീസിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ പോസ്റ്റ്മാൻ 200 രൂപ ഒരു മണി ഓർഡർ എൻ്റെ കയ്യിൽ തരുന്നു. അതിലൊക്കെ അത്ഭുതം എന്ന് പറഞ്ഞാൽ അതിലെഴുതിയിട്ട് അതിൻ്റെ സൈഡിൽ എഴുതി, മണി ഓർഡർ ഫോമിൻ്റെ സൈഡിൽ എഴുതിയിരിക്കുന്നു, എൻ്റെ ഭാര്യയും എൻ്റെ മോളും മഞ്ഞപ്പിത്താൽ കഷ്ടപ്പെടുന്നു, അവർക്ക് ചികിത്സയ്ക്ക് വെച്ചിരുന്ന പൈസയാണ് അത് സാറിന് അയച്ചു തരാനായിട്ട് ചില ദിവസം കൊണ്ട് ദൈവാത്മാവിനെ പ്രേരിപ്പിക്കുന്നു. എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കണം. അത് ഹിമാചൽ പ്രദേശത്ത് നിന്ന് ഒരു സഹോദരന് അയച്ച പൈസയാണ്. അങ്ങനെ ദൈവം അത്ഭുതകരമായിട്ട് അന്ന് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. 4 മണി ആയപ്പോൾ ആ സ്ത്രീക്ക് 150 രൂപ കൊടുത്ത് 20 രൂപയുടെ സാധനം വാങ്ങിച്ചു. അങ്ങനെ ഇരിക്കെ ആരാധന ഒന്നുമില്ലാതെ ഞാൻ വിഷമിക്കുന്ന സമയത്ത് കാൺപൂരിൽ ട്രാക്ക് ബിസിനസ് പോയി. ട്രാക്ടർ കൊടുക്കാൻ എന്നും പോവും. ട്രാക്ടർ കൊടുക്കാൻ ചന്തകളിലും കവലകളിലും ബസ് സ്റ്റാൻഡുകളിലും വില്ലേജുകളിലും ഒക്കെ പോയി കൊടുത്ത് ഒരു ദിവസം ട്രാക്ടർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാൻ ട്രാക്ടർ കൊടുക്കുമ്പോൾ ആ ബസ് സ്റ്റാൻഡിൽ ഒരു ബസ് വന്ന് നിർത്തി. ഒത്തിരി യാത്രക്കാരുണ്ട്. സന്തോഷമായിട്ട് എൻ്റെ കയ്യിലിരുന്ന പുസ്തകങ്ങളെല്ലാം ഞാൻ വിതരണം ചെയ്തു. സന്തോഷമായി എല്ലാവരും വാങ്ങിച്ചു. ഉടനെ ഒരുത്തൻ, ഇത് ക്രിസ്ത്യാനിയുടെ പുസ്തകം, ഞങ്ങൾ ക്രിസ്ത്യാനിയത്വം പഠിക്കുമ്പോൾ ചൂടായി. എല്ലാവരും ചൂടായി. ആ ബസ്സിലുണ്ടാകുന്ന എല്ലാ ആൾക്കാരും ചൂടായി. കൊടുത്ത പുസ്തകങ്ങളെല്ലാം വഴിയിലേക്ക് വലിച്ചെറിഞ്ഞു. ഞാൻ ശാന്തമായി ഇരുന്ന എല്ലാ പുസ്തകങ്ങളും എടുത്തു. അപ്പോൾ ആ ബസ്സിലെ ഡ്രൈവറെ ആ പുസ്തകത്തിലിരിക്കുന്ന ഒരു ലഘുലേഖ എടുത്ത് വായിച്ചിട്ട്, അയ്യോ ഇത് നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തേറ്റെന്ന് പറഞ്ഞു. പെട്ടെന്ന് എല്ലാവരും എന്നാ ഒരെണ്ണം ഞാൻ കൊടുത്ത എല്ലാവരും വാങ്ങിച്ചു. 60 രൂപയുടെ പുസ്തകം അന്ന് ഞാൻ വിറ്റു. കളഞ്ഞവന് തിരികെ തന്നു സന്തോഷത്തോടെ. കാരണം അന്ന് കാൺപൂരിലൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ട്രാക്ടർ കൊടുക്കുകയും പുസ്തകം വിൽക്കുകയൊക്കെ ചെയ്തതിന് ശേഷം വന്ന് കിട്ടുന്ന എന്തെങ്കിലും തുച്ഛമായ പൈസ കൊണ്ടാണ് ആഹാരം ഉണ്ടാക്കുന്നത്. രാവിലെ പോയി വൈകിട്ട് വരുമ്പോഴാണ് ആഹാരം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ഗ്രാമത്തിൽ വില്ലേജ് പോയി യാതൊരു നിർവാഹമില്ലാതെ പുസ്തകം വിൽക്കുവാൻ ഒറ്റ പുസ്തകം പോലും വിറ്റിട്ടില്ല. വളരെ സങ്കടത്തോടെ മടങ്ങി വരുമ്പോൾ ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ ഒരു വാതികരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഒരു ട്രാക്ട് കൊടുത്തു വിട്ടെന്ന് പറഞ്ഞ് കൊടുക്കാൻ ചെന്നു. അദ്ദേഹം ചോദിച്ചു, നീ ആരാ? ഞാൻ പറയാൻ ഒരു പാസ്റ്ററാണ്. അയ്യോ നീ ക്രിസ്ത്യാനിയാണോ? അതെ. എന്നാൽ ഭാഗത്തോട് കയറി വരാം, ഞങ്ങളും ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ ഒത്തിരി നാളായി എവിടുന്ന, ഞങ്ങൾക്ക് ഒരു കൂട്ടായ്മ ഒന്നുമില്ല. പല കാര്യങ്ങൾ സംസാരിച്ചു. അന്ന് മുതൽ അവിടെ കൂട്ടായ്മയിൽ അവരുടെ കൂടെ കൂട്ടായ്മയായിരിക്കാൻ തുടങ്ങി. അവിടുന്ന് ആ ഭവനത്തിൽ കൂട്ടായ്മ തുടങ്ങിയപ്പോൾ പല അത്ഭുതങ്ങൾ നടന്നു. ദൈവം അത്ഭുതകരമായിട്ട് പലതും ചെയ്തു. ഒരു ദിവസം ഞാൻ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ 2 രോഗികള്, ഒരാള് അവിടുത്തെ ഗൃഹനാഥൻ, വായിൽ മുഴുവനും കുരുക്കളായിട്ട് ആഹാരം പോലും കഴിക്കാൻ പാടില്ലാതിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മോള് ഒരു സൈഡ് മുഴുവൻ മങ്ങി തീ പൊള്ളി പതിരിക്കുന്നു. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? പറഞ്ഞു ചൂട് കൊണ്ടാന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു സാരമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഏലിയാവ് മഴ പെയ്ത കാര്യത്തെക്കുറിച്ച് ഞാൻ വചനോട് സംസാരിച്ചു, വിശ്വാസം ഉറപ്പിച്ചു, പ്രാർത്ഥിച്ചു. ഞാൻ പെട്ടെന്ന് മടങ്ങി വരുമ്പോൾ അവർക്ക് ചായ തരാം. ഞാൻ പറയുക ചായ കുടിക്കാൻ എനിക്ക് നേരമില്ല, മഴയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് മഴ പെയ്യിക്കും, ഞാൻ നനഞ്ഞു പോകേണ്ടി വരും, അതുകൊണ്ട് ഞാൻ ചായ കുടിക്കില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് അവിടുന്ന് 7 മൈൽ ദൂരെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ വന്നു അടുത്തുള്ള ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞു, ഇപ്പം മഴ പെയ്യും, ഇപ്പം മഴ പെയ്യും. പക്ഷെ ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. 10 മിനിറ്റിനുള്ളിൽ ഞാൻ വീട്ടിൽ വന്ന് 10 മിനിറ്റിനുള്ളിൽ ചെറുതായി ചാറാൻ തുടങ്ങി. 2 മണിക്കൂർ കാൺപൂരിൽ നല്ല മഴ, ഭയങ്കരമായ മഴ, റോഡിലെല്ലാം വെള്ളം ഒഴുകാൻ തുടങ്ങി. അത് ആ കുടുംബത്തിന് രക്ഷയുടെ വിശ്വാസത്തിന് കാരണമായി തീർന്നു. ആ കുടുംബത്തിൽ 8 പേരുണ്ട്. അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. അങ്ങനെ സഭയിൽ ആരാധന തുടങ്ങി. അങ്ങനെ കാൺപൂരിൽ ഞാൻ വേല ആരംഭിച്ച്. ഞാൻ ഒറ്റയ്ക്കാണ്, വേറെ ആരുമില്ല. ഇന്ത്യൻ യുവാൻ ടീമിൻ്റെ ആരും പോലും അവിടെ ഇല്ല. IPC സഭയുണ്ട്, അത് മലയാളത്തിലാണ്. ചർച്ച കൊണ്ട് സഭയുണ്ട്, അത് മലയാളത്തിലാണ്. CPM സഭയുണ്ട്, അത് മലയാളത്തിലാണ്. എന്നാൽ ഹിന്ദിക്കാരുടെ അടുത്ത് പ്രവർത്തിക്കാൻ ആരുമില്ലായിരുന്നു. ഞാൻ അവിടെ പോയി ഹിന്ദിക്കാരുടെ അടുത്ത് പ്രവർത്തനം ആരംഭിച്ചു. ദൈവനാമത്തിന് വേണ്ടി പറയട്ടെ, ഒരു ചർച്ച ഉണ്ടായി, ബൈബിൾ സ്കൂൾ ഉണ്ടാക്കി. 18 സുവിശേഷകന്മാർക്ക് ട്രെയിനിങ് കൊടുത്തു. 18 സ്ഥലങ്ങളിൽ, 18 ഗ്രാമങ്ങളിൽ അവരെ അയച്ചു. അതിനുശേഷം ഞാൻ തീരുമാനിച്ചു 12 വർഷം അവിടെ കർത്താവിന് വേല ചെയ്തു. നല്ലൊരു സഭ, നല്ല 18 സുവിശേഷ വേലക്കാർ. ഇതെല്ലാം ആയ ശേഷം ഞാൻ കാൺപൂരിൽ നിന്ന് പോകുന്നു. ബസ്തർ എന്ന ഛത്തീസ്ഗഡ് ബസ്തറിലേക്ക് പോകുന്നു. 6 വർഷം അവിടെയും കർത്താവിന് വേല ചെയ്തു. ബൈബിൾ സ്കൂൾ തുടങ്ങി. യുവാക്കന്മാരെ, ദൈവവിളിയുള്ള യുവാക്കന്മാർക്ക് ട്രെയിനിങ് കൊടുത്ത് സുവിശേഷകരായി അവരെ പലയിടങ്ങളിലും ഞാൻ അയച്ചു. അതിനുശേഷമാണ് ഞാൻ 2002 നാഗ്പൂരിലേക്ക് വരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയും ഞാനും എൻ്റെ കുടുംബവും നാഗപൂരിൽ കർത്താവിന് വേല ചെയ്യുന്നു. ഇന്ത്യൻ യുവാൻ ടീമിൽ ചേർന്ന ശേഷം ദൈവത്തിന് കൃപയാൽ പല സ്ഥലങ്ങളിൽ പല യുവാക്കന്മാരെ ട്രെയിനിങ് കൊടുത്ത് അവരെ സുവിശേഷ വേലയ്ക്ക് ഇന്നും അനേകരും സുവിശേഷ വേലയിൽ ഇന്ത്യൻ യുവാൻ ടീമിനോട് ചേർന്ന് സുവിശേഷ വേല ചെയ്യുന്നു. അനേക ലീഡർമാരെ ഒരുക്കിയെടുക്കുവാൻ ദൈവം കൃപയാൽ എനിക്കിടയാക്കി. അവരും ഇന്നും ഇന്ത്യൻ യുവാൻ ടീമിൻ്റെ കൂടെ, അവർ പലരും ഇന്ത്യൻ യുവാഞ്ചിക്കൽ ടീമിൻ്റെ കൂടെ നിന്ന് ലീഡർഷിപ്പിൽ മുൻഗണന കൊടുത്തുകൊണ്ട് മുതിർന്ന സീനിയർ ലീഡേഴ്സായിട്ട് അവർ കർത്താവിന് വേല ചെയ്യുന്നു. എൻ്റെ ജീവചരിത്രം എഴുതിയ ഒരു പുസ്തകമുണ്ട്, കാൽച്ചോട്ടം ദേശമെല്ലാമെന്ന്. എൻ്റെ അനുഭവ സാക്ഷ്യം മലയാളത്തിൽ എഴുതി. അത് വായിച്ച അനേകർ ആൾക്കാർ നല്ല അഭിപ്രായങ്ങൾ എൻ്റെ പേർക്ക് എഴുതി. ഇന്ത്യയിലുള്ള എല്ലാ ഭാഷയിലും അത് പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറയാനെക്കൂടെ കഴിയില്ല. ഏതായാലും ഹിന്ദിയിലും തെലുങ്കിലും ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ദൈവം ഇടയാക്കി. അതിലൊരു കോപ്പി പോലും എൻ്റെ കയ്യിലില്ല, എല്ലാം കൊടുത്തു തീർത്തു. അങ്ങനെ ഞാൻ ഇതുവരെയും ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ സേവിക്കുന്നു പറഞ്ഞ പോലെ ഞങ്ങൾ കുടുംബമായിട്ട് നാഗ്പൂർ താമസിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുഖത്തുള്ള സൃഷ്ടിയിലായിരിക്കുന്നു. എന്നെ ഇതുവരെയും ശ്രദ്ധിച്ച, ഇതുവരെയും ഇനിയും
ശ്രദ്ധിക്കുകയും സാക്ഷ്യം കേൾക്കുവാൻ അനുവദിച്ചതായ, സാക്ഷ്യം പറയാൻ അനുവദിച്ചതായ പാസ്റ്റർ ഡാനിയൽ ജോണിനും അരോമ ടി വിയിലെ എല്ലാ പ്രേക്ഷകർക്കും കർത്തനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രേക്ഷകർക്കായി, അരോമ ടി വിക്കായും ഞാൻ 1 മിനിറ്റ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥപിതാവേ, ഭൂലോകോട്ടേക്ക് പോയി സകല യാതിയോട് സുവിശേഷം അറിയിപ്പിക്കുക എന്ന വാഗ്ദത്തനായ നല്ല കർത്താവേ, ഈ അരോമ ടി വിക്കും അതിൻ്റെ പ്രേക്ഷകർക്കും അതിൽ പ്രയത്നിക്കുന്ന പാസ്റ്റർ ഡാനിയൽ ജോണിനും തൻ്റെ കുടുംബത്തിനും തൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും ഞാൻ അവർക്ക് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ ഉപയോഗിക്കുന്ന എല്ലാ അത്ഭുതകരമായ ഉപയോഗങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനിയും അനേകരെ നിന്റെ വേലയിൽ അയക്കുന്ന അനേകരുടെ സാക്ഷ്യങ്ങളെ മറ്റുള്ളവർക്ക് പ്രയോജനമാകുന്ന വിധത്തിൽ കേൾപ്പിക്കുവാൻ അവരുടെ പ്രയത്നങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എല്ലാവരെയും, എല്ലാ പ്രേക്ഷകരെയും, അരോമ ടിവിയുടെ എല്ലാ പ്രവർത്തകരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഉത്തരപക്ഷത്താത്മാത്രിക ദൈവത്തിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു പ്രിയ എം വി വർഗീസ് അങ്കിൾ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഹൃദയസ്പർശിയായ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് വളരെ ഐശ്വര്യമായി അരോമ ടി വി ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം പ്രിയ അങ്കിളിനെ കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തിരുവെഴുത്തുകളിൽ പറയുന്നത് പോലെ കാലേബിന്റെ പ്രായമുണ്ട് അങ്കിളിന് ഇപ്പോൾ. ഈ പ്രായത്തിലും ദൈവം നടത്തിയതായ വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ യാതൊരു മറവിയും കൂടാതെ വളരെ ഭംഗിയായി ദൈവം നടത്തിയ ആ വഴികളിൽ ദൈവപ്രവർത്തികളെ മറന്നു പോകാതെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രസ്താവിക്കുവാൻ ഈ അവസരം ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇടയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയോ ഒരു ബ്രേക്ക് എടുക്കുകയോ യാതൊരു തടസ്സവും കൂടാതെ ആദ്യാവസാനം ഇത്രയും സമയം ഈ സാക്ഷ്യം പ്രസ്താവിക്കുവാൻ പ്രിയ അങ്കിളിന് കർത്താവ് കൃപ ചെയ്തു. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. എനിക്കറിയാം അങ്കിളിന് ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് ജീവിതത്തിലെ അനുഭവങ്ങൾ, ദൈവം നടത്തിയ വഴികളെ കുറിച്ച് പറയുവാനുണ്ട്. എങ്കിലും സമയത്തിന്റെ ആ ഒരു ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് അങ്കിളെ ഇവിടെ നിർത്തുവാൻ ഇടയായി തീർന്നു. എങ്കിലും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എത്രത്തോളം കാര്യങ്ങൾ വളരെ ഭംഗിയായി പ്രസ്താവിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയ അങ്കിളുടെ ബാല്യകാലം മുതൽ ഇങ്ങോട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ, ആ ബാല്യകാലത്തിലെ ഒത്തിരി പ്രതിസന്ധികളെ കുറിച്ച് പറഞ്ഞു. പിന്നെ വളർന്നു വന്നപ്പോൾ ജീവിതത്തിലെ പിന്മാറ്റത്തിന്റെ അനുഭവങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഒരു ദൈവ ഭവനത്തിൽ, ദൈവമക്കളുടെ കുടുംബത്തിൽ ഒരു ദൈവവൈതലായി ജനിച്ച് വളർത്തപ്പെട്ട ആ ബാല്യകാലം, എന്നാൽ പിന്നത്തേതിൽ പലവിധമായ തെറ്റായ വഴികളിലൂടെ ജീവിതം വലിച്ചഴിക്കപ്പെട്ടതായ സന്ദർഭം, പിശാച് വലിച്ചു കൊണ്ടുപോയി ആ മുടിയനായ പുത്രന്റെ ജീവിതത്തില് ഉണ്ടായതുപോലെയുള്ള ചില പാപ വഴികളും ഭവനം വിട്ടു പോകുന്ന അനുഭവങ്ങളും തെറ്റായ ജീവിത രീതികളും ഒക്കെ ചെയ്യുവാൻ വേണ്ടി പിശാച് വഴികൾ ഒരുക്കിയെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ കാര്യപരിപാടി മറ്റൊന്നായതുകൊണ്ട് വീട്ടിൽ നിന്ന് ഉത്തരേന്ത്യയിലേക്ക് വരുവാനും അവിടെ വന്ന് ഒരു പട്ടാളത്തില് ട്രെയിനിയായിട്ട് കയറി അവിടെ ജോലി ലഭിക്കുവാനും ദീർഘവർഷങ്ങൾ അവിടെയൊക്കെ ജോലി ചെയ്തു. എന്നാൽ കർത്താവായി യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതായ ആ അസുലഭ നിമിഷം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത അനുഭവമാണ്. എന്തായാലും കർത്താവ് വിളിച്ച് വേർതിരിച്ചു, കർത്താവ് ഒരുക്കിയെടുത്തു, നല്ല ഒരു ട്രെയിനിങ് ഒക്കെ തന്നു, കർത്താവിന്റെ ശുശ്രൂഷ ഭരമേൽപ്പിച്ചു. പ്രിയ PG വർഗീസ് അങ്കിളിനോടൊപ്പം IIT-യോടൊപ്പം പരിചയപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെ അവിടെ നിന്ന് എങ്ങോട്ടും പോകാതെ ആ കുടുംബത്തോട് ചേർന്ന് നിന്ന്, ആ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്ന് സുസ്ഥിരമായ സേവനം ദീർഘവർഷങ്ങളായിട്ട് ദൈവമാക്കിയ ഇടങ്ങളിലൊക്കെ ഭംഗിയായി നിർവഹിപ്പാൻ കർത്താവ് സഹായിച്ചു. പർവ്വതങ്ങളിലും താഴ്വരകളിലും
മറ്റ് പല സ്ഥലങ്ങളിലും പരിമിതികളുടെ നടുവില് ഒക്കെ ഞാൻ ശ്രദ്ധിച്ചു കേട്ട ഒന്ന് രണ്ട് കാര്യമെന്ന് പറയുന്നത്, താമസിക്കുവാൻ ഒരു ഇടമില്ലാതെ ഒരു പഞ്ചാബിയുടെ വീടിന്റെ മുറ്റത്ത് പേരയുടെ ചുവട്ടിൽ ഭാര്യയും പൈതലുമായിട്ട് താമസിച്ച ആ കഷ്ടത നിറഞ്ഞ ആ അനുഭവങ്ങൾ, അവിടെ താമസിച്ചുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്തു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു നല്ല ഒരു വിളിയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അതങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ. കർത്താവിന്റെ ഒരു നിയോഗമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെ ശുശ്രൂഷ ചെയ്യാൻ കഴിയത്തുള്ളൂ. അത് കർത്താവിന്റെ ശുശ്രൂഷ ആയതുകൊണ്ട് മാത്രമാണ്, കർത്താവ് പഠിപ്പിച്ച ഒരു താഴ്മയാണ്. അത് ആ നിലയിൽ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിൽ പ്രവർത്തിക്കുന്ന അനേക ദൈവഭൃത്യന്മാരുടെ സാക്ഷ്യവും ശുശ്രൂഷകരുടെ സാക്ഷ്യവും ഒക്കെ അരോമ ടിവിയിലൂടെ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ വളരെയേറെ കഷ്ടങ്ങൾ സഹിച്ച് ഒത്തിരി അത്യധ്വാനം ചെയ്ത് രാപകലില്ലാതെ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന ദൈവമക്കളാണ്. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ, ആ പ്രസ്ഥാനത്തെ അനുഗ്രഹിക്കട്ടെ. പ്രിയ എം വി വർഗീസ് അങ്കിളിനും കുടുംബത്തിനും ഇത്രത്തോളം ഭംഗിയായി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്തൃ ശുശ്രൂഷയിൽ ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം ബലപ്പെടുത്തി. പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ കാലേബിനെ പോലെ ഇനിയും ഏറെ ദൈവീയ ശുശ്രൂഷകൾ ചെയ്യുവാൻ, കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങളെ ഒരുക്കട്ടെ. ആയുസ്സും ആരോഗ്യവും ദൈവം തരട്ടെ. തലമുറകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും ദൈവം നടത്തിയ വഴികളെ കുറിച്ച് പങ്കുവയ്ക്കും അരോമ ടിവിയിൽ സമയം വേർതിരിച്ചതിന് ഒരു പ്രാവശ്യം കൂടെ പ്രിയ വാത്സല്യ അങ്കിളിനും കുടുംബാംഗങ്ങൾക്കും നന്ദി, സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ. അരോമ ടിവി പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ, ആമേൻ. aromamary.comല് നല്ലൊരു പറഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.